എന്ന് വരുന്ന നാളെയല്ലേ? നാളെ 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 തൊട്ട് വരും ഗൈസ്. അപ്പൊ എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യാ ചെറുക്കനെ. ഗുഡ് നൈറ്റ്. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. ഗുഡ് നൈറ്റ് ഗൈസ്. ഗുഡ് നൈറ്റ്. എല്ലാരും ഉറങ്ങാൻ പോണോ? ഇല്ല നമ്മളിവിടെ ലൈവ് നമുക്ക് വേണം ലൈവിൽ കുറച്ചേരം ഇവരുടെ അടുത്തൊക്കെ സംസാരിക്കാം. അങ്ങനെ അല്ല ഇത് 4 മണിയായിട്ട് ഇവർക്ക് ഉറപ്പില്ല. ഇത് കുറച്ച് പ്രവാസികളുണ്ട് നമ്മക്ക്. ഏത് ദൃശ്യം 3 കാണാൻ പോകുന്നുണ്ടാ? ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് ഉച്ചക്ക്. ശരി ഞാനും ബുക്ക് ചെയ്യണം. പറ്റൂല. ഇവിടെ ഉണ്ടോ ടിക്കറ്റ്? വേണം ബുക്ക് ചെയ്യട്ടെ. പോവാം നമുക്ക് നാളെ. എല്ലാരും എവിടെടാ പോറീങ്ക? നമ്മള് തിരുവനന്തപുരം. എതുക്ക്? സിനിമ ദൃശ്യം 3 കമലഹാസൻ ഒരു പടം ഇത് അഭിനയിച്ചില്ലേ? മറ്റേത് എന്തിനാ തമിഴിലെ പേരെന്തിരി? തമിഴിലൊരു ദൃശ്യം ഉണ്ടായിരുന്നല്ലോ, അതിന്റെ പേരെന്തിരിടാ? പാപനാശം. പാപനാശം. അതോടെ 3-ാം ഭാഗം ഇറങ്ങുന്നത്. 2-ാം ഭാഗം അങ്ങ് ഇറങ്ങില്ലല്ലേ? ഇങ്ങ 3-ാം ഭാഗം ഇറങ്ങുന്നത് ഇതോടെ. ആ പടമല്ല, ഇത് മോഹൻലാല്. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. മലപ്പുറം എറണാകുളത്ത് ലക്ഷദ്വീപ് എന്നൊക്കെ എനിക്ക് ഇന്നലെ മെസ്സേജ് അയച്ചു. ലക്ഷദ്വീപ് കുറെ പേരുണ്ടോ? ടി വി ഓഡിയൻസ് കുറെ പേരുണ്ട് ലക്ഷദ്വീപിൽ, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. കുറെ പേര് എനിക്ക് മെസ്സേജ് അയച്ചു. അല്ല നീ ഒരു സാധനം കേട്ടായിരുന്നു നമ്മള് മറ്റേ ജയിച്ചപ്പോഴേ വാറ് ഒരാളുടെ ചാറ്റിൽ എടുത്തിട്ടൊക്കെ they have better PC. പണ്ടൊക്കെ നമ്മള് പബ്ജി കളിക്കുമ്പോ പറയുന്നുണ്ട് they have better നല്ല ഐഫോൺ ഉള്ളതുകൊണ്ടല്ലടാ. പണ്ടൊക്കെ എന്റെ അകത്ത് വരുന്ന കമന്റ് ആയിരുന്നേ, നീ ആദ്യം ഐപാഡ് ആയിരുന്ന സമയത്ത് ഐപാഡിൽ കളിക്കുന്നതുകൊണ്ട് നിനക്ക് വലുതായിട്ട് കാണുന്നോണ്ടല്ലടാ കുണ്ണ നീ എല്ലാരും അടിക്കുന്നേ. അത് കഴിഞ്ഞിട്ട് ഐഫോണിലോട്ട് മാറി അതേ അടി പെരുന്നാൾ അടി കൊടുത്തപ്പം ഇത് ഫോൺ ആണേലും ഐഫോൺ അല്ലടാ, നമുക്ക് ഐഫോൺ ഇല്ലല്ലോ. ഇവൻ അതങ്ങനെ ഐഫോൺ മേടിക്കണമെങ്കിൽ വല്ല പണിക്കും പോണം. ആ സമയത്ത് ഇരുന്ന് ലൈവും കണ്ടവനെ തളയ്ക്കും വിളിച്ച് പണിക്കും പോയിരിക്കും. മോബി 29 കളിക്കുന്ന കണ്ടിട്ടുണ്ടോ? 20 FPS പ്രീവാർ 45 50 വണ്ടിക്കകത്ത് കിടന്ന് അടിക്കണം മോബിയൊക്കെ കാണണം നിങ്ങള്, എന്നാലേ മനസ്സിലാകത്തുള്ളൂ. ഈ പറയണ എനിക്ക് നമ്മളിപ്പം ടി വിയുടെ സൈഡിൽ നിന്ന് ഏകദേശം എത്രയാണ് ഒരു ലാസ്റ്റ് ഒരു 1-2 മാസത്തിൽ നമ്മൾ എത്ര PC കൊടുത്തടാ എല്ലാം കൂടെ? 8 PC നമ്മൾ കൊടുക്കണത് ഇപ്പോഴാണ്. നമ്മൾ അതിലോട്ടൊക്കെ വന്നത് ആ ഒരു ഇതിലോട്ടൊക്കെ വന്നത്. നമ്മൾ ഇതിനു മുമ്പ് PC കൊടുത്തിട്ടുള്ളവരൊക്കെ ഇന്ന് ടി വിയിലില്ല. ടി വിയിലുള്ളവരുണ്ട്, PC കൊടുത്ത ആൾക്കാർ ടി വിയിൽ ഉള്ളതിലും ഉണ്ട്, ടി വിയിൽ നിന്ന് പോയവർക്കും നമ്മൾ PC കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്ന സാധനമല്ല. നമ്മൾ ഈ പറയണത് പോലെ ഡിസേർവ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഓരോരുത്തർക്ക് ഒരു PC പണ്ട് ഈ മൊബൈൽ മേടിച്ചു കൊടുക്കുക എന്ന് പറയണത് പോലെ അല്ല ഗൈസ് ഒരു PC. എന്നാലും മൊബൈലും ആണേലും ഉണ്ട്, ഐഫോൺ ആണേലും ഉണ്ട്. നിങ്ങളൊക്കെ ആലോചിച്ചൊക്കെ രഞ്ജു ചേട്ടനൊക്കെ വെറുതെ ഒരു ബാറിൽ വെച്ച് കണ്ട പരിചയത്തിന്റെ പുറത്ത് എനിക്കും ഗോകുവിനും, ഞാൻ നോക്കിയപ്പോ ഗോകുവിന്റെ വീടിന്റെ അവിടെ ബാറിൽ ഒരാൾ കാടിച്ച് കാവട്ടയായിട്ട് രാത്രിയിൽ പറയാം നിനക്ക് നാളെ ഞാൻ ഒരു ഫോൺ മേടിച്ചു തരും. അപ്പൊ ഞാൻ ഗോകുവിനോട് പറയാം വേടാ പുള്ളി വെള്ളമാ, ഇത് വിശ്വസിക്കണ്ട, ഇതൊന്നും വിശ്വസിക്കുകയേ വേണ്ടത്. ഞാൻ എന്നിട്ട് ഞാൻ മറ്റേ ബാംഗ്ലൂർ മറ്റേ ഊർജ്ജത്തിന് ജീവിക്കുന്ന സമയമാണേ, അക്കൗണ്ടില് മൈനസ് ബാലൻസ് ഒക്കെ ഉള്ള സമയമാണ് കേട്ടാ. പുള്ളി അടുത്ത ദിവസം രാവിലെ ആയപ്പോഴത്തേക്കിന് എന്റെ അക്കൗണ്ടിൽ ഒരു 2.5 ലക്ഷം 3 ലക്ഷം രൂപ എന്തോ അയച്ച്. കറക്റ്റ് 3 ലക്ഷം രൂപ അയച്ചപ്പം 3 ലക്ഷം രൂപയ്ക്ക് 1000 രൂപ കുറവ്. കാരണം എന്റെ വണ്ടിയുടെ ഫിനാൻസ് പിടിച്ച് മൈനസായി. 1000 രൂപ അങ്ങനെ പോയ 2,99,000 രൂപ എന്റെ അക്കൗണ്ടില്. എന്റെ കിളി പോയി, മനസ്സിലായോ? ലൈക്ക് അങ്ങനെ കുറെ ആൾക്കാര് ഞാൻ രഞ്ജാണ്ട ഇപ്പൊ പറഞ്ഞ ഞാൻ ഷോക്കായിട്ടേ ഗോകുലിനെ വിളിച്ചിട്ട് ഞാൻ പറയാം അളിയ ഇത് എത്ര പൂജ്യമുണ്ട് ഇതൊന്ന് നോക്കിയേ, ഇത് സത്യമാണോ ഇതുമല്ല. ഇനി ഞാൻ ഗോകുലിനെ വിളിച്ചിട്ട് പറയാം പുള്ളി ഇനി കള്ളക്കടത്ത് വല്ലതും ആണോ, എന്നെ പോലീസ് പിടിക്കുമോ, ഇൻകം ടാക്സുകാർ വരുമോ? എന്റെ അമ്മ 1000 മേളം ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലെന്ന്.
അപ്പൊ അങ്ങനത്തെ രീതിയിൽ ഇരുന്ന സമയത്ത് അതുപോലത്തെ ഞാൻ രഞ്ജേട്ടനെ പറഞ്ഞെന്ന് പറഞ്ഞ ഗൈസ്, അതുപോലത്തെ കുറെ പേര് ഞാൻ മെയിനായിട്ട് എക്സാമ്പിൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം ഗൈസ്. അതായത് ടിവിയെ തുടങ്ങിയിട്ട് ഇപ്പൊ 6 വർഷമായി. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്താൽ മതി. ഒരു 23-24 വയസ്സിലൊക്കെ ലൈവ് കണ്ടുകൊണ്ടിരുന്നത്, അതായത് ഈ ബിസിനസ് ഒക്കെ തുടങ്ങണം അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തുടങ്ങണം എന്ന് വിചാരിച്ച് മൈൻഡ് സെറ്റിൽ ഇരുന്ന ആൾക്കാർ അന്ന് അവരുടെ ബിസിനസ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ടിവിയുടെ OG ഓഡിയൻസ് ആയിട്ട് വന്നവരാ. അവരിപ്പം ഒരു 6 വർഷത്തിൽ അവർക്ക് ഉണ്ടായ ഗ്രോത്തിൽ ഇന്ന് സക്സസ്ഫുൾ ആയിട്ട്, ഞാൻ ഒരു കാര്യം പറഞ്ഞ കഴിച്ച ഒരു കാര്യം ഞാൻ ഉറപ്പ് പറയാം, ടിവിയുടെ ഓഡിയൻസിനകത്ത് കോടീശ്വരന്മാർ വരെ ഉണ്ട്. അത് ഞാൻ ഉറപ്പ് തരാം. കാരണം അവരൊക്കെ നമുക്ക് അതേപോലെ തന്നെ നമ്മുടെ അടുത്ത് നിന്നിട്ടുണ്ട്. ഞാൻ പറയണത് ഇത് ഞാൻ അങ്ങനെ പറയുമല്ല അല്ലേക്ക്, പക്ഷെ എല്ലാത്തിനകത്തും ഈ പറയണത് പോലെ നമ്മുടെ ഒരു തുടക്ക സമയത്ത് അവരുടെ ഡൗൺ ടൈമിൽ അവർക്കൊക്കെ എന്തുകൊണ്ടാണ് നമ്മളോട് കൺസേൺ എന്ന് പറഞ്ഞാൽ, ഈ പറയണത് പോലെ ഡൗൺ ടൈമിൽ നിന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യണം, എന്ത് ഇതാക്കണം, എവിടെ നിന്ന് തുടങ്ങണമെന്നൊക്കെ ഇതാക്കി ഇരുന്ന് ടെൻഷൻ അടിച്ച് മൂഞ്ചി തെറ്റി ഇരുന്ന സമയങ്ങളുണ്ട്. ആ സമയത്ത് അവർക്ക് ഒരു റിലാക്സേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ലൈവായിരുന്നു. സോ അവർ രക്ഷപ്പെട്ട സമയത്ത് ഒരു ടോക്കൺ ഓഫ് ലവ് എന്ന് പറഞ്ഞ് കുറേ പേര്, അതായത് ഇപ്പം ഈ നമ്മുടെ അകത്ത് PC എടുത്തതിൽ കുറേ പേര് അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ പ്രത്യേകിച്ച് മനാഫ് ബ്രോയെ പോലത്തെ ആൾക്കാർ ഒരുപാട് നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ പ്ലേയേഴ്സിന് ഇത് കൊടുക്കാനും മറ്റേ ഇതെല്ലാം കൊടുക്കാൻ. ഇങ്ങനെ കുറേ ഓഡിയൻസിനെ നമ്മൾ ഏൺ ചെയ്തതാണ് നമ്മുടെ ഏറ്റവും വലിയ, ഞാൻ പറയണ എൻ്റെ ഒരു അച്ചീവ്മെൻ്റ് എന്ന് പറയണത്, എനിക്കത് തോന്നിയിട്ടുള്ള കാര്യം അതാണ്, പറയാതിരിക്കാൻ വയ്യ. അത് വേറെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം ഗൈസ്. ഈ 17,000 അല്ലെ 16,000 പേര് വരുമ്പോൾ ഉള്ള ഒരു ഇതല്ല, നമ്മൾ ഈ ലേറ്റ് നൈറ്റ് സ്ട്രീം ചെയ്യുമ്പോൾ വരുന്ന ഒരു 1000, 1300 അല്ലെങ്കിൽ ഒരു 1500 പേരുണ്ടല്ലോ, അതിലായിരുന്നു ടിവിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തതും നമുക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ നിന്ന ആൾക്കാരും ഉള്ളത്. അത് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. കാരണം ലേറ്റ് നൈറ്റ് ഓഡിയൻസിനോട് ഒരു പ്രത്യേക സ്നേഹം എന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളിപ്പോൾ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ നിങ്ങളെ സൂചിപ്പിക്കുന്നതല്ല, ഞാൻ ഇത് എൻ്റെ എല്ലാ ലേറ്റ് നൈറ്റ് ലൈവിലും പറയണതാണ്. ഈ ലേറ്റ് നൈറ്റ് ലൈവിൽ ഇരിക്കുന്ന ഓഡിയൻസിന് ഒരു പ്രത്യേക സ്നേഹം പ്ലേയേഴ്സിനോടെല്ലാം ഉണ്ട്. അതായത് എല്ലാ പ്ലേയേഴ്സിനോടും, അതായത് ഇപ്പോൾ TVയിലായിട്ടോ നിങ്ങൾ ഏത് സ്ട്രീമറിൻ്റെ വ്യൂവറാണല്ലോ, ഞാൻ TVയുടെ മാത്രമല്ല പറയണേ, ഏത് സ്ട്രീമറിൻ്റെ വ്യൂവർ ആണെങ്കിലും ഈ ലേറ്റ് നൈറ്റ് കുത്തിയിരുന്ന് കാണുന്ന ആൾക്കാർക്കൊരു പ്രത്യേക ഒരു ഇതും ഇതൊക്കെ ഉണ്ട്. അവരാണ് ഏറ്റവും കൂടുതൽ TVയുടെ ഒരു ഫൈനാൻഷ്യൽ ഇതിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ആൾക്കാർ. സോ ഇതൊരു 1 ഡേ പ്രോസസ്സ് ഒന്നും അല്ല, വർഷങ്ങളായിട്ട് നമ്മൾ നിൽക്കുന്നതിൻ്റെ. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഇനി ഞാൻ നിങ്ങളുടെ അടുത്ത് ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. ഇപ്പം ഇന്ന് KV വാറ തോറ്റു, ഇതൊരു ടൈം ബീയിങ്. ഇതിങ്ങനെ സംഭവിക്കും. ഇനി എത്ര അടിക്കാൻ അറിയാവുന്നവന്മാരെ കൊണ്ടുവന്നെന്ന് പറഞ്ഞാലും ഇത് സംഭവിക്കും. ഇതുപോലത്തെ ഒരു ടൈം ഇപ്പം നാളെ ഇപ്പം നമ്മളിപ്പോൾ 2 വാർ ജയിച്ചു, ഇനി അടുത്ത വാരം നമ്മൾ തോറ്റാലും നമ്മൾ തിരിച്ചടിക്കാനുള്ള പരിപാടി നോക്കും, അത്രേ ഉള്ളൂ. അല്ലാതെ അതിൽ ഈ പറയണത് പോലെ അങ്ങനെ ഒരു വാർ തോക്കുമ്പോൾ പോണ ഒരു ഇതൊന്നും അല്ല നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്, മനസ്സിലായ? അത് അങ്ങനെയാണെങ്കിൽ നമ്മൾ 6 അടുത്തൊക്കെ തോറ്റ് ഗൈസ്, 6 അടുത്തൊക്കെ തോറ്റുന്നാണ് തുടങ്ങിയത്. MS സ്റ്റേറ്റ് തൊട്ട് തുടങ്ങിയതല്ലേ? അത് തുടക്കം പോട്ടെ. നമ്മള് പ്രോമിനന്റ് ആയി വന്നതിന് ശേഷം എത്ര പേരുടെ അടുത്ത് തോറ്റ്? നമ്മൾ പുഴുത്ത് തോറ്റിട്ടുണ്ട്, DCയുടെ ഒക്കെ എടുത്ത്, ഓർമ്മയില്ലേ? DCയുടെ അടുത്ത് അടുപ്പിച്ച് തോറ്റിട്ടുണ്ട്. അതാ ഞാൻ പറയണേ ഗൈസ്, അങ്ങനെ ഒരു ടൈം ഉണ്ട്, എല്ലാ ഗ്യാങ്ങിനും അങ്ങനെ ഒരു ടൈം ഉണ്ട്. അത് ഇപ്പൊ ഞാൻ പറയാം, അത് MRC ആണല്ലോ, എല്ലാ ഗ്യാങ്ങിലും, ഞാൻ ഒരു ഗ്യാങ്ങിനും അവരല്ല, എല്ലാ ഗ്യാങ്ങിനും അങ്ങനെ ഒരു ടൈം ഉണ്ട്. പക്ഷെ ഞാൻ പറയണമെന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനത്തിനോടാണ് എനിക്ക് യോജിപ്പില്ലാത്തത്. അതായത് ഇത് പെട്ടെന്ന് തുടങ്ങി, അതായത് ഈ ഓഡിയൻസിനെ ഒന്നും നമ്മൾ ഈ പറയണ പോലെ ഒരു ദിവസം പൊട്ടിമുളച്ച ഓഡിയൻസോ കമ്മിറ്റ്മെൻറ്റോ അല്ല TV ഓഡിയൻസിൻ്റെ പ്രത്യേകത. അതായത് തൊപ്പിയെ പോലത്തെ ഒരു ഫേസ് MRCക്ക് ഉള്ളതുകൊണ്ട് MRC ഓഡിയൻസിന്, MRCയുടെ മറ്റേ IRL ഇതുകളും കണ്ടുകൊണ്ടിരുന്ന ആൾക്കാരെ തൊപ്പി ഒരു ദിവസം പെട്ടെന്ന് വന്ന് ഞാൻ നാളെ തൊട്ട് ഗ്യാങ്ങിൽ കളിക്കുന്നുണ്ടാവും എന്ന് പറഞ്ഞു വന്ന് ആൾക്കാർ, ആ ഒരു സംഭവം അല്ല നമുക്കുള്ളത്, മനസ്സിലായ? അത് മോശമാണെന്ന് ഞാൻ പറയുമല്ല, അത് മോശമാണെന്ന് ഞാൻ ഒരിക്കലും പറയുമല്ല. അതും ഇതുപോലെ ഹാർഡ് കോറായിട്ട് നമ്മൾ കഷ്ടപ്പെട്ട് ഇത്രയും വർഷം ഗ്രാജുവലി ബിൽഡ് ചെയ്ത ഓഡിയൻസിൻ്റെയും ഒരു ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. പിന്നെ അതിനകത്ത് എപ്പാർട്ട് ഫ്രം, ഞാൻ പറഞ്ഞില്ലേ, ഈ നമ്മളെ ഈ ഹാർഡ് കോറായിട്ട് തള്ളക്കി വിളിക്കുന്നതൊന്നും ഈ പറയണത് പോലെ ഇവർക്ക് ഇപ്പോൾ റീസെൻ്റ്ലി വന്ന MRC ഓഡിയൻസ് മാത്രമല്ല, ഇതിനകത്ത് നമ്മുടെ കയ്യിൽ നിന്ന് തല്ലു മേടിച്ച് തൂറിയവന്മാരും
മറ്റേ അതാ സത്യം. എല്ലാ അവന്മാരും ഉണ്ട് അതിനകത്ത്. ആണാ. നമ്മളെ പുഴുത്ത് കാണണം. അതുകൊണ്ടാണ് നമ്മളെ നമുക്ക് പുഴുത്ത് കാണണം, കൂടുതൽ മനസ്സിലായോ? ഇവരായിട്ട് വരുമ്പോ അതാണ് എല്ലാരും ഈ നമ്മളെ കൂടെ ഇരിക്കുന്ന പ്ലേയേഴ്സ് അടക്കം വരെ ഏറ്റവും ട്രിഗർ ആണ്. അതിന്റെ അകത്തുള്ളവന്മാര് എന്തൊക്കെ അപരാധങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം. അവന്മാര് ഇത് പറയും, മനസ്സിലായോ, ഒരു സിറ്റുവേഷൻ വരുമ്പോ തന്നെ. അതുകൊണ്ടാണ് നമുക്ക് അത്രയും പൊട്ടിയിട്ട് നമ്മൾ തിരിച്ച് റിയാക്ട് ചെയ്യണം. അല്ലാണ്ട് ഈ MRCയുടെ പക്ഷെ അടുത്ത് റീബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നല്ല പവർ ആയിരുന്നു ബ്രോ. അത് പവർ ആവാൻ ഭയങ്കര കാരണങ്ങളുണ്ട് ബ്രോ. അതായത് ഞാൻ പറയാം, നമ്മൾ പോയ സമയത്ത് സത്യം പറഞ്ഞാൽ ഇമോഷണലി ഡൗൺ ആയിട്ട് എല്ലാവരും ഇത് നിർത്താന്നുള്ള സെറ്റപ്പിലായിരുന്നു. അതായത് എല്ലാവരും ലിറ്ററലി എല്ലാവരും ഇത് നിർത്താം എന്നുള്ളൊരു സാധനമാണ്. പക്ഷേ ആ സമയത്ത് മെയിൻ ഇതിന്റെ ഫ്യൂവൽ എന്താണെന്ന് അറിയോ? ഇത് റീബിൽഡ് ചെയ്യാന്നുള്ളതിന്റെ ഫ്യൂവൽ ഞാൻ പറഞ്ഞുതരാം എന്തായിരുന്നെന്ന്. സിറ്റിക്കകത്തുള്ള കുറേ എണ്ണത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ കൂടെ ചുറ്റുപാട് നിന്നവന്മാരും നമ്മളൊന്ന് വീണ് കാണാൻ വേണ്ടി ഞങ്ങൾ കുറേ പേരെ കണ്ട്. അതായത് ഞാൻ ഇപ്പോൾ എക്സാമ്പിൾ പറയാം ഗൈസ്, TV ഒരുമിച്ച് നിന്നാണ്ടിരുന്ന സമയത്ത് നമ്മുടെ അടുത്ത് അണ്ണാന്ന് വന്ന് വിളിച്ചുകൊണ്ട് നിന്നവന്മാർ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗതികേട് വന്നപ്പം ഇവര് അപ്പുറത്ത് പോയിരുന്നു പറഞ്ഞ എന്തൊക്കെയാണെന്ന്. നിസോ ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ മെമ്പർഷിപ്പ്. അപ്പൊ അത് ഞങ്ങൾക്ക് കണ്ടപ്പോൾ ഞങ്ങൾക്ക് അതൊരു ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇത് റീബിൽഡ് ചെയ്യാനുള്ള ഫ്യൂവൽ അതായിരുന്നു. ഞങ്ങൾക്ക് എനിക്കൊട്ടും സഹിച്ചില്ല, സത്യം പറഞ്ഞാൽ എനിക്കൊട്ടും സഹിച്ചില്ല. ഞാൻ അങ്ങനെ ഇരുന്നിട്ടുണ്ട്, പറയാതിരിക്കാൻ വയ്യ. ഞാനിത് റിയൽ ലൈഫിൽ ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം റിയൽ ലൈഫിൽ അങ്ങനെ ഇരുന്ന് കരഞ്ഞത് എൻ്റെ ഗ്യാങ് ഇങ്ങനെ ആയ സമയത്താണ്. അതായത് ഈ ഗ്യാങ് നിർത്തിപ്പോണം എന്നുള്ളൊരു ഗതികേട് വന്നൊരു സമയത്താണ് ഞാൻ റിയൽ ലൈഫിൽ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഓർത്തൊക്കെ ഇരുന്ന് കരഞ്ഞത്. ഇത് ഞാൻ സെൻറ്റിമെൻറ്റ്സിന് ഇതിനു വേണ്ടിയൊന്നും പറയുമല്ല, ഇതെൻ്റെ റിയൽ ലൈഫിനെ ഒരുപാട് ബാധിച്ച കാര്യമാണ്. ഇപ്പോഴും എനിക്കിപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സാവേജിൻ്റെയും സ്നൈപ്പിൻ്റെയൊക്കെ ലൈവാണ്. കാരണം ഇവന്മാരുണ്ടല്ലോ, ഇപ്പം ഞാനും ഗോകു രായനൊക്കെ ഇരിക്കുന്നത് പോലെ എല്ലാ ദിവസവും ഒരു ലൈവും ഇല്ലാതെ, ഇന്ന് അറ്റ്ലീസ്റ്റ് ലൈവ് ഉണ്ടെന്നെങ്കിലും പറയാം, ലൈവും ഇല്ലാതെ രാപ്പകലില്ലാതെ അവന്മാർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതായത് സാവേജ്, മാഡി, ഇവൻ സ്നൈപ്പ്, കിണ്ടി, ഇവരെല്ലാവരും കൂടെ എൻ്റെ കൂടെ ഇങ്ങനെ, ബാലൻ, ഇവരെല്ലാവരും കൂടെ ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ ഇരുന്ന് ഞാൻ ഇങ്ങനെ ഡൗൺ ആയിട്ട് പറയാടാ നമുക്ക് നിർത്താം, മതി. മന്ദാരം ഒന്നും ആ സർക്കിളിൽ അപ്പോൾ ഇല്ല ഗൈസ്. അന്നേരം മന്ദാരം ഒന്നും അങ്ങനെ ആ സർക്കിളിൽ അപ്പോൾ ഇല്ല. നിങ്ങൾ ഓരോരുത്തരെ പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് ഗൈസ്. അങ്ങനെ നിങ്ങൾ ഓരോരുത്തരുടെ പേര് പറയണ്ട, ഞാൻ പറഞ്ഞതാ. മന്ദാരം കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് എൻ്റെ അടുത്തത്. കാരണം മന്ദാരത്തിനെ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ അങ്ങനെ ഒരു സംഭവമൊക്കെ നടന്നപ്പോഴത്തേക്കിനും അവനും ഭയങ്കര മൈൻഡ് ഫക്കായി, മനസ്സിലായോ? അപ്പോൾ ഇവരാരും ഈ പറയണത് പോലെ അങ്ങനെ കുറേ ആൾക്കാരില്ലാത്തതുകൊണ്ട് നമുക്ക് ഭയങ്കര വിഷമമായ ഒരു കാര്യമായിരുന്നു. അപ്പോൾ ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു ഐഡിയ പോലും ഇല്ലാതിരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ഇരുന്ന് എല്ലാവരോടും പറയുമായിരുന്നു, ഇല്ലടാ നിർത്താം, മതി, വേണ്ട നിർത്താം. അന്നേരം ഇവന്മാർ പിന്നെ മോട്ടിവേറ്റ് ചെയ്യും. ഞാൻ എന്നിട്ട് ഉറക്കം എണ്ണീറ്റ് വരുമ്പോൾ വീണ്ടും ഞാൻ ഡെസ്പാവും. പക്ഷേ ഇത് കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമുക്ക് മുട്ടൻ അടികളും ഇതെല്ലാം ഗെയിമിനകത്തും ഇൻസൾട്ട് കിട്ടി തുടങ്ങി, വെളിയിലും ഇൻസൾട്ട് കിട്ടി തുടങ്ങി. അങ്ങനത്തെ ഒരു രീതിയായി. അത് പറയാതിരിക്കാൻ വയ്യ ഗൈസ്, അത് ഒരുപാട് അനുഭവിച്ച ആ സമയത്ത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, അപ്പാർട്ട് ഫ്രം ഒരു ഗ്യാങ്, RP ഗ്യാങ്, ഈ ഒരു സാധനം ഞാൻ ഒരു സമയത്ത് വരെ ഗോകുവിനോടൊക്കെ ചോദിച്ചാൽ ഗോകുവിനൊക്കെ തന്നെ അറിയാവുന്ന കാര്യമാണ്. എനിക്ക് പണ്ട് ബ്ലെയിം ഭയങ്കര കൂടുതലായിരുന്നു. അതായത് ഞാൻ ഇങ്ങനെ പറയും, നിനക്ക് വന്ന് അടിച്ചുവിടായിരുന്നോ, 1 HP നിനക്ക് കയറി വന്നാൽ നീ എന്താ അത് ചെയ്യാഞ്ഞ് ഇത് ചെയ്യാഞ്ഞ്, അങ്ങനത്തെ ഒരു സാധനം പണ്ടോട്ടേ എനിക്കുള്ളൊരു കൂട്ടത്തിലായിരുന്നു. അതായത് ഒരു പർട്ടിക്കുലർ ടൈം വരെയും ഞാൻ അങ്ങനെയായിരുന്നു, മനസ്സിലായ? അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് എന്ന് ഫിക്സ് ചെയ്തോ അന്ന് തൊട്ടാണ് TV ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയത്, പറയാതിരിക്കാൻ വയ്യ. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, റിബൽ ഇതിനകത്ത് വന്ന സമയത്ത് റിബൽ ഇത് ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴൊന്നും ഞാൻ ഈ റോൾ ഇറക്കാൻ വേണ്ടി ഞാൻ അവിടെ പോകാറില്ല. അത് രായനോട് ചോദിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ വരാറില്ല, ഞാൻ അങ്ങനെ കളിക്കാറില്ല, ഞാൻ വന്ന് പറയാറില്ല. കാരണം അവനത് നന്നായിട്ട് ഏറ്റെടുത്ത് ചെയ്യുന്നുള്ളത് കൊണ്ട് ഞാനത് അങ്ങനെ വിടും. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പ്ലേയേഴ്സിൻ്റെ അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഭയങ്കര കാര്യമാണ്. ഈ RP ഗ്യാങ് കൊണ്ടുപോകണം എന്നുള്ളൊരു കാര്യം ഞാൻ പറയുവാണ് ഗൈസ്. വേറെ എന്തിനും എല്ലാ ഗെയിമിനും സിനർജി സിങ്കാണ് മസ്റ്റ്. ഞാൻ പറയാം, നിങ്ങൾ കളിക്കാൻ അറിയാവുന്ന 5 പേരെ കൊണ്ടുവന്ന് ഇട്ടിട്ട് ഒരു കാര്യമില്ല. ഈഗോ അടിച്ച് പോകത്തേ ഉള്ളൂ. അത് നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റി തന്നെ എക്സാമ്പിൾസ് ഒരുപാടുണ്ട്. അത് ഞാൻ ഒന്നും പറയുന്നില്ല, നിങ്ങൾക്ക് അത് ചോദിച്ചാൽ മനസ്സിലാവും. ഒരുപാടുണ്ട്. ഈ കളിക്കാൻ അറിയാവുന്ന മാത്രമായിട്ട് ബുദ്ധിയും കളി മാത്രം ഉള്ളവന്മാരെ കൊണ്ടുവന്ന് ഇട്ടിട്ട് ഒരു കാര്യമില്ല. ബോണ്ടെന്ന് പറയണം, അല്ലെങ്കിൽ സിങ്ക് എന്ന് പറയണം, സിനർജി എന്ന് പറയുന്ന ഒരു സാധനം വേണം. സിനർജി എന്ന് പറയുന്ന സാധനം ഉണ്ടായാൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യം എനിക്ക് തിരിച്ചറിവ് വന്നപ്പോഴാണ് റീബിൽഡിന് ശേഷം ഞാൻ എത്ര രൂപ ഇതിനു വേണ്ടി മുടക്കിയിട്ടുണ്ടെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. സത്യമായിട്ട് പറയാം ഗൈസ്, ഞാൻ റീബിൽഡിന് ശേഷം എൻ്റെ ഫാമിലിയിൽ മുടക്കേണ്ട പൈസ ആയിരിക്കും ഞാൻ ചിലപ്പോൾ, ഇത് എൻ്റെ ഫാമിലിയാണ്, അതുകൊണ്ട് എനിക്ക് റിഗ്രറ്റ് ഇല്ല. ഞങ്ങളിത്
കാരണം എല്ലാവരെയും വന്ന് കാണട്ടെ എന്ന് വിചാരിച്ച് ഞങ്ങൾ അടുപ്പിച്ച് ടിവിയുടെ ഒരു 4-5 മീറ്റപ്പ് അങ്ങ് നടത്തി. ഈ 4-5 മീറ്റപ്പിലെന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത്, ഞാൻ നിങ്ങളൊക്കെ എന്നോട് വ്ളോഗ് എടുക്കാനും കോണ്ടന്റ് ഇടാനും പറയുമ്പോൾ ഞാൻ അതൊന്നും ചെയ്യാൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ കുറേയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, പക്ഷെ ഒന്നും പോസ്റ്റ് ചെയ്യാത്തത് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ഞാൻ ഈ എറണാകുളത്ത് പോകുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും ലേറ്റ് നൈറ്റ് എന്നെ ഓർമ്മിപ്പിച്ചാൽ ഞാൻ ഒരു ദിവസം കാണിക്കാം ക്ലിപ്പുകളൊക്കെ. ഞാൻ ഇതൊന്നും ഇടാത്തേം പോസ്റ്റ് ചെയ്തേം അന്ന് ഇവന്മാരെ ഒന്നും വിളിച്ചു വരുത്തി വ്ളോഗൊന്നുമായിട്ട് ഷൂട്ട് ചെയ്യാതെന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കട്ടെ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കട്ടെ, എല്ലാവരും ഇതാ ഇൻട്രാക്ട് ആവട്ടെ. ഞാൻ എടുത്തതിൽ ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ അതായിരുന്നു, സത്യം പറഞ്ഞ. ആദിത്യം ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ മെമ്പർഷിപ്പ്. അത് കാണാനുണ്ടോ അത് കാണാൻ താങ്ക് യു TV മെമ്പർഷിപ്പ്. ഞാൻ സത്യം പറഞ്ഞാൽ അത് ഏറ്റവും എടുത്തൊരു ഡിസിഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. കാരണം ഞാൻ ചെന്നിട്ട് ഞാൻ തുറന്നടിച്ചങ്ങ് പറഞ്ഞ എല്ലാവന്മാരോട്, നീയൊക്കെ പലയിടത്തു നിന്ന് വന്നതാ, നിനക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറേ ഇഷ്യൂസ് ഉണ്ട്, നിനക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയുണ്ട്, എല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാം. ഞാനിത് ആൽക്കഹോൾ പ്രൊമോട്ട് ചെയ്യുന്നല്ല ഗൈസ്, വെള്ളം അടിക്കേണ്ടവന്മാർക്ക് വെള്ളം അടിക്കാമെന്ന് പറഞ്ഞ് കുപ്പി എല്ലാം എടുത്ത് എല്ലാം അവരെന്തൊക്കെയായിട്ട് സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ. അത് എല്ലാവരും അവിടെ ഇരുന്ന് സംസാരിച്ച് ക്യാമ്പ് ഫയറിലൊക്കെ ഇരുന്ന് കുറച്ച് ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ദിവസമൊക്കെ നിന്നപ്പോഴത്തേക്കിന് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സിങ്കായി. അതായത് മെയിൻലി ഉണ്ടല്ലോ, നമ്മൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ എക്സ്ട്രീം വൈരാഗ്യം വരുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ സാധനങ്ങളില്ലേ, എക്സ്ട്രീം വൈരാഗ്യം വരുന്ന സമയത്ത്, ഇപ്പൊ എക്സാമ്പിൾ ഞാനിപ്പോ പറയുന്ന ഡാമിറ്റ് ഞാനും ബ്രാവോയും തമ്മിലുള്ള ഇതുപോലത്തെ സാധനങ്ങൾ നമ്മൾ പൊതുവേദിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു ഊക്കി തുടങ്ങി. അപ്പോഴത്തേക്കിന് എല്ലാവരും ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റിലോട്ട് വന്നു. പറയാതിരിക്കാൻ സത്യമായിട്ടും അങ്ങനെ തുടങ്ങിയത്. ഡാമിറ്റ്, കൊട്ട, ചട്ടി, അണ്ടി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് പ്ലേയേഴ്സ് നമ്മുടെ അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെ പല പല ഗ്യാങ്ങിൽ ഉണ്ടായിരുന്ന സമയത്ത് പറഞ്ഞത്, അത് ഓരോരുത്തന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ നോക്കിയപ്പം സംസാരിക്കുക പോലും ചെയ്യാത്ത സെക്കൻഡൊക്കെ 2 പെഗ് അടിച്ചപ്പോഴത്തേക്കിന് നിന്നെ ഞാൻ ഇതിനു മുമ്പ് KKPP അടിച്ചിട്ടുണ്ടാകും മൈരെന്ന് പറഞ്ഞാൽ അങ്ങനെ ആയത്. പക്ഷെ അന്ന് മറ്റേ മൂന്നാറിൽ വെച്ച് നമ്മളെല്ലാം കൂടെ കൂട്ടത്തിരുന്ന് മൈക്കും വെച്ച് സംസാരിച്ചില്ല, അത് അതിലായിരുന്നു നമ്മളെല്ലാം കണക്ട് ആയത്. അതെ സത്യം. വേറെ കാര്യമുണ്ട് ഗൈസ്, അതായത് ഞങ്ങള് മറ്റേ ഒരു സ്പീക്കറും മൈക്കും കൊണ്ടുപോയിട്ട് നമ്മൾ ഈ മൈക്ക് കൊടുത്തിട്ട് അവരവർക്ക് പറയാനുള്ള കാര്യങ്ങൾ അവർക്ക് ഇതാക്കാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞ് അവർക്ക് അവസരം കൊടുത്ത്, ഈ കൊടുത്ത അവസരത്തിൽ ചില ആൾക്കാർ ഇമോഷണലായി, ചില ആൾക്കാർ മറ്റേ മാസ് അടിച്ച്, ചില ആൾക്കാർ എന്താ പറയുക പഴയ എക്സ്പീരിയൻസുകൾ പറഞ്ഞ്, അങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേക്കിന് ഓരോരുത്തരുടെ തുടക്കമൊന്നും ആരും വലുതായിട്ട് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും താരുന്നില്ല കേട്ടോ. ഞാൻ പക്ഷേ എല്ലാവരും താറ്റി തുടങ്ങി. അപ്പോഴത്തേക്കിന് ഓരോരുത്തന്മാർ കുറച്ച് കഴിഞ്ഞപ്പോൾ വിചാരിച്ച സാന്ദ്രയുണ്ടെന്നുള്ള രീതിയിൽ കംഫർട്ടബിൾ സോണിലോട്ട് എത്തി അവർ. ഒരു കൂടിപ്പോ ഒരു 10-20 മിനിറ്റിനകത്ത്. ഞാൻ നോക്കിയപ്പോഴല്ലോ, നിങ്ങൾ ആലോചിച്ച് നോക്കിയാ നമ്മൾ ഗെയിമിനകത്തൂടെ BD-യുടെ ഒക്കെ സൗണ്ട് മറ്റേ ബാസോടൊക്കെ കേട്ടെ. ഞാൻ അവിടെ ഇരുന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുവായിരുന്നേ, എൻ്റെ അടുത്ത് വന്നിട്ട് എന്റെ തോളത്ത് ഇങ്ങനെ തോണ്ടിട്ടെ, ബ്രോ നന്നായിട്ട് പാടുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഗോകുവേ എന്റെ അടുത്ത് വന്നിട്ട് പറയണേ, അത്രയും വലിയ സൗണ്ട് ഒക്കെ വെച്ചിട്ട് പറയണേ, എനിക്ക് ആ അഴലിന്റെ ആഴങ്ങളിൽ ഒന്ന് പാടുന്നു. എന്റെ മനസ്സിൽ അതിങ്ങനെ പോയാലേ ഗോക്കു അന്നില്ലേ നമ്മൾ രാവിലെ വെളുപ്പിന് 5-6 മണി വരെ നമ്മൾ ഇതുപോലെ സംസാരിച്ച് പാട്ടും പാടിയൊക്കെ ഇരിക്കുവായിരുന്നു. നമ്മൾ വൈബായിരുന്നു. അവിടുന്ന് ഇത് ഞാനിത് മൈക്കിൽ കൂടെ വിളിച്ച് പറഞ്ഞു, അന്നേരം തൊട്ട് അവിടുന്ന് വൈബേ മാറി. പിന്നെ എല്ലാരും എന്നിട്ട് അടുത്ത ദിവസം നമ്മളൊരു ഓഫ് റോഡൊക്കെ പോയ കളിയാ. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷയമായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോഴത്തേക്കിന് എല്ലാവരും സിങ്കായി. കാരണം ഈ മഴയത്ത് ഓഫ് റോഡ് പോകാന്ന് പറഞ്ഞാൽ മറ്റേ ഈ ഗെയിമൊക്കെ കളിക്കുന്ന പോലെ വണ്ടി ഉടക്കും, അപ്പൊ നമ്മൾ വണ്ടി നിർത്തി വന്ന് തെള്ളണം, എല്ലാവരും കൂടെ തെള്ളണം, മീൻസ് അങ്ങനത്തെ ഒക്കെ ഇതായിരുന്നു. നല്ല രസമായിരുന്നു. എല്ലാവരും അങ്ങനെ ഒരു ഇത് കഴിഞ്ഞപ്പോഴത്തേക്കിന് നമ്മൾ തിരിച്ചു വന്ന അത്യാവശ്യം ഈ പറയണത് പോലത്തെ നമ്മുടെ ഇവിടുത്തെ ഒരു നോർമൽ ഗ്യാങ്ങുകളൊക്കെ നമ്മൾ അടിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കിനാണ് T47 വരുന്നത്. മനസ്സിലായ? നമ്മുടെ ഗ്യാങ് ഇത്രയും കിടിലായിട്ട് റീബിൽഡ് ചെയ്യാനുള്ള ഏറ്റവും വലിയ റോൾ എന്ന് പറഞ്ഞാൽ T47. കാരണം ഇവന്മാര് നമ്മളൊന്ന് ഇനിയിപ്പോ ആലോചിച്ച് നോക്കിയേ, നീ ഒരു സാധനം ഒരു മൊമെന്റം ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് പെട്ടെന്ന് ഒരുത്തം വന്നിട്ട് ആ മൊമെന്റം കംപ്ലീറ്റ്ലി അങ്ങ് അണച്ചു കളയുക എന്ന് പറഞ്ഞാൽ ആ സാധനം നമുക്ക് കിട്ടിയത് T47 കയ്യിൽ നിന്നാണ്. മനസ്സിലായ? T47 കയ്യിൽ നിന്ന് കിട്ടിയത് എനിക്ക് ഇൻസൾട്ടായി. അതായത് ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ റീബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നത് നമ്മൾ അത്രയും ഹൈപ്പ് കൊടുത്താണ് റീബിൽഡ് ചെയ്തേക്കുന്നത്. റീബിൽഡ് ചെയ്ത് അത്രയും ഒരു ഇതായിട്ട് കൊണ്ടുവന്നപ്പോഴത്തേക്കിന് ഈ റീബിൽഡിന്റെ ഒരു ബിൽഡപ്പ് ഇവന്മാരെ മൊത്തത്തിൽ അങ്ങ് നശിപ്പിച്ച്.
മൊത്തത്തിൽ നശിപ്പിച്ചെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ അത്രയും ഡൗൺ ടൈം ആയിട്ട് നിന്ന സമയത്ത് ഇവന്മാരെ വന്ന് നമ്മളെ വന്ന് അടിച്ചു കളിയാ. അല്ലാതെ വേറെ അവന്മാര് വേറെ അങ്ങനൊന്നും ചെയ്തിട്ടില്ല. നേരെ വന്ന് ഇവന്മാരെ നമ്മളെ അടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് ഈ ഡാമും ഒക്കെ നമ്മളോടുള്ള റിവെഞ്ചും മറ്റേ ഇതെല്ലാം ആ മൊമെന്റിലൊക്കെ തീർത്ത് നമ്മള് മറ്റേ ഈ റെസ്പോണ്ട് ചെയ്യാൻ പോലും പറ്റാതിരിക്കുന്ന സമയത്ത് നമ്മളെ മറ്റേ മുതുക്കിലൊക്കെ വന്ന് അടിക്കുക, അങ്ങനത്തെ ഒരു രീതിയിലോട്ട് എത്തി. അപ്പൊ നമുക്ക് ഞാനാണെങ്കിൽ എനിക്ക് ഇത് നമ്മളാരോ മൊമെന്റം കംപ്ലീറ്റ്ലി പോയിട്ട് ഇത് വീണ്ടും എന്ത് ചെയ്യും എന്നുള്ളൊരു സംഭവത്തിലോട്ട് വന്ന് അന്ന് തൊട്ടാണ് ശരിക്കും പറഞ്ഞ മാഡിയും മറ്റേ ഇവരെല്ലാം ഇതിനകത്ത് കുത്തിയിരിക്കാൻ തുടങ്ങിയത്. സത്യം പറയാൻ അളിയാ, ഈ നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരും ഞാൻ ഇതുവരെ മെൻഷൻ ചെയ്തതിന് ഒറ്റ ഇത് പറഞ്ഞിട്ടുള്ള അളിയാ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ടിവിയെ ഇതുപോലെ ഇങ്ങനെ നിൽക്കുന്നതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ അവനാണ് കിണ്ടി. അതായത് കിണ്ടിയാണ് അവൻ. അങ്ങനെ SMGയിലെ പ്ലേയേഴ്സിനെ മാത്രം കൊണ്ടുവരണം അങ്ങനൊന്നും അല്ലായിരുന്നു അവൻ ഓരോരുത്തരെയും സോർട്ട് ചെയ്ത് കൊണ്ടുവരുന്ന ആളിയാ. നമ്മുടെ ഈ റിക്രൂട്ട്മെന്റിലെല്ലാം കൊണ്ടുവന്ന ഓരോരുത്തരിലും അവന് ഭയങ്കര ഇൻവോൾവ്മെന്റ് ഉണ്ട്. അവനാണ് എല്ലാം സോർട്ട് ചെയ്ത് ഇത് പറയണത് പോലെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതായത് രായൻ എന്തായിരുന്നോ നമുക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പൊ റിക്രൂട്ട്മെന്റ് ഡേയിൽ രായൻ പോയി എല്ലാവരും പണ്ടോട്ടേ അങ്ങനെ രായനോട് ഞാൻ പറയാം, രായ ഇന്നാളെ വിളിച്ചോണ്ട് പോവാ ഇത് അങ്ങനെ ആ സാധനം ഏറ്റെടുത്ത് ചെയ്യാൻ തുടങ്ങിയത് കിണ്ടിയാണ്. കിണ്ടിയായിരുന്നു അത് ഫുള്ള് ചെയ്യുന്നത്. അവൻ അങ്ങനെ നിന്ന് പ്ലേയേഴ്സിനോട് റിയൽ ലൈഫ് ചില ആൾക്കാരൊക്കെ ചില ആൾക്കാരൊക്കെ റിക്രൂട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ MRC കളിക്കുന്ന 1-2 പ്ലേയേഴ്സ് അങ്ങനത്തെ ഒരു ലിസ്റ്റിലുള്ള ആൾക്കാരാണ്. ഞാനത് ഹെയ്റ്റ് ആയിട്ട് പറയുമൊന്നുമല്ല. എന്താ ഈ MRCയിലുള്ള 2-3 പേരെ ഞാൻ TVക്കകത്ത് എടുക്കാമെന്ന്, ഇപ്പൊ കളിച്ചോണ്ടിരിക്കുന്ന 2 പേരെ TVക്കകത്ത് എടുക്കാമെന്ന് ഞാൻ ഉറപ്പ് കൊടുത്തിട്ടുള്ള ആൾക്കാർ 2 പേരുണ്ടായിരുന്നു അതിനകത്ത്. അവനെ ഇവരൊക്കെ എല്ലാവർക്കും ഓക്കെ പറഞ്ഞിട്ട് കിണ്ടി മാത്രം എന്നോട് വന്ന് പറഞ്ഞ് എന്താ അണ്ണ ഇവന്റെ സ്വഭാവം ശരിയല്ല, ഞാൻ ഇവനോട് സംസാരിച്ച് ഇവനെ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഈഗോ പ്രശ്നങ്ങളൊക്കെ വരും, വേണ്ട നമുക്ക് വേണ്ടെന്ന് പറഞ്ഞ് ഇതാക്കി. പക്ഷെ ഞാൻ ഇപ്പൊ പറയണത് അത് നല്ലൊരു ഡിസിഷൻ ആയിരുന്നു. എനിക്കിപ്പോ തോന്നുന്നുണ്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ ഇവൻ ഏറ്റെടുത്ത് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഈ പറയണത് പോലെ ഇവന്മാരെ തല്ലണം, ഈ ഇവന്മാരെ അടിക്കണം എന്നുള്ളൊരു സാധനം വന്നപ്പോഴത്തേക്കിന് ഞങ്ങൾ ഒരു മീറ്റപ്പ് കൂടെ കഴിഞ്ഞിട്ട് ആ മീറ്റപ്പിലായിരുന്നു ഈ പറയണത് പോലെ ഏറ്റവും വലിയ അഗ്രസീവ് മീറ്റപ്പ് എന്ന് പറഞ്ഞാൽ അതായിരുന്നു. 2 പെഗ്ഗൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് മറ്റേ ഞാൻ പറഞ്ഞില്ലേ, ഇവൻ സെക്കൻഡൊക്കെ മുണ്ടൂരി തലയെ കുത്തിയിട്ട് ആരും ഒന്നാലും അടിക്കും, T47 ഞാൻ ഒറ്റയ്ക്ക് ഒന്നും അടിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരു പീസ് കിട്ടുമോ, മലയാളം ഒരു പീസ് കിട്ടുമോ എന്നൊക്കെ പറഞ്ഞ് മറ്റേ എല്ലാരും മറ്റേ ചീത്തവിളിയൊക്കെ അടിക്കണം എന്തോ ആ സെറ്റപ്പ് ആയി കേട്ടാ. അത് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് നമ്മൾ ഇവന്മാര് 21 പേരെ വെച്ച് 29 പേരെ പണിയത്. അത് നമുക്കൊരു മുട്ടൻ എന്താ പറയാ മൊറൈൽ ബൂസ്റ്റ് അറ്റ് ഇറ്റ്സ് പീക്ക് ആയിരുന്നു. പിന്നെ അവിടുന്ന് നമ്മള് ഓരോരുത്തരെ എടുത്ത് അതിന്റെ കൂടെ ഒരു കാര്യം പറയാം ഗൈസ്. അതിന്റെ കൂടെ ഞാൻ പറയാലോ, ഇതിനകത്തുനിന്ന് അളിയ പുള്ളി ഈ കോച്ച് ഉണ്ടല്ലോ ഇങ്ങേര് ഇതിനകത്തുനിന്ന് കിട്ടിയ പൈസയെല്ലാം ഒരു 3-4 മാസം കഷ്ടപ്പെട്ടിരുന്ന് രാപ്പകലില്ലാതെ 12-14 മണിക്കൂറൊക്കെ സ്ട്രീം ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടിയ പൈസക്കകത്തുനിന്ന് എമൗണ്ട് മാറ്റി വെച്ചിട്ട് എന്നിട്ട് വേറെ ലോണും എടുത്ത് ഒരു 2 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്ത് ഇവന്മാരെ എല്ലാം കൂടെ എനിക്ക് വരാൻ പറ്റിയില്ല, എനിക്ക് അവക്ക് വയ്യാത്തോണ്ട് എനിക്ക് പനി ആയതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല, ഞാനിവിടെ പോകാൻ വേണ്ടി ഇരുന്നതാ. അത്രയും പൈസയും പൊട്ടിച്ച് നേരെ പോയി ഇത്ര ദിവസം ഈ പിള്ളേരെ കൊണ്ടുവന്ന് അവിടെ നിർത്തി. ബാംഗ്ലൂരോ ചെന്നൈയിൽ കൊണ്ട് നിർത്തി. അതുകൂടെ ആയപ്പോഴത്തേക്കിന് ഞാൻ ആ ഒരു ട്രിപ്പ് കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കിന് ഡെസ്ട്രോ ഒക്കെ വന്നതിന് ശേഷം നമുക്ക് അങ്ങനെ ഒന്നും നടത്താൻ പറ്റിയില്ല. അപ്പൊ ഡെസ്ട്രോ ഒക്കെ വന്നപ്പോഴത്തേക്കിന് അവരോട് ആയപ്പോഴത്തേക്കിന് ഈ പറയണത് പോലെ ഇതെല്ലാം കൂടെ ആയപ്പോഴത്തേക്കിന് നമ്മുടെ ഒരു സിനർജി സിങ്കും ഒക്കെ സെറ്റായി. പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മൾ വാറൊക്കെ തോറ്റിട്ടുണ്ട്. SRR ആയിട്ട് നമ്മളൊരു വാറ് തോറ്റു. പിന്നെ വേറെ ആരുടെ അടുത്ത് തോറ്റു നമ്മൾ പിന്നെ ആരുടെ അടുത്തൊക്കെ തോറ്റിട്ടുണ്ട്. എന്നുവെച്ചാ SRR മാത്രമേ തോറ്റിട്ടുള്ളൂ നമ്മളല്ലേ, SRR മാത്രമേ നമ്മൾ തോറ്റിട്ടുള്ളൂ അത് കഴിഞ്ഞിട്ട്. പക്ഷെ 2 വട്ടന്മാരെ നമ്മൾ 3 വട്ടം ബാക്ക് ടു ബാക്ക് നമ്മൾ അടിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവന്മാരെ ബാക്ക് ടു ബാക്ക് 3 വട്ടം അടിച്ചു. പക്ഷെ നമ്മൾ SRR മാത്രമേ തോറ്റിട്ടുള്ളൂ. പക്ഷെ പിന്നെ ലാസ്റ്റ് ആയപ്പോഴത്തേക്കിനും അവരുടെ പ്ലേയേഴ്സ് എല്ലാം ഇറങ്ങി. പിന്നെ നമുക്ക് SRR തല്ലാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഇല്ലാതെ പോയി. ലാസ്റ്റിൽ അവരുടെ മറ്റേ മെയിൻ കൊണാൻ ടീംസ് എല്ലാം അതിനകത്ത് നിന്ന് ഇറങ്ങി. തല്ലിട്ടാ നമ്മള് ലാസ്റ്റ് ഒരു തല്ലിയായിരുന്നു. ഒരു തല്ല് കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ ഇത് പോയി. അപ്പോഴത്തേക്കിനും ഇവര് വെളിയിലൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം കാര്യങ്ങളൊക്കെ ഇതായി പോയതാ. നമ്മൾ വേറെ ഗൈസ് ഞാൻ പറയുവാ നിങ്ങളുടെ അടുത്ത് ഇത്രയും പറഞ്ഞതെന്ന് പറഞ്ഞാല്
നമ്മള് അത് കഴിഞ്ഞിട്ട് SRR മാത്രം തോറ്റത് വാറില്. ഇത് ഇപ്പൊ എത്ര റീബിൽഡ് ചെയ്തിട്ട് നമ്മളിപ്പോ എത്ര നാളാവുന്നു? ഒരു വർഷമോ? 1 വർഷം ആയോ? ഇല്ലല്ലോ. ഇല്ലല്ല 6 6-7 months മാസമായി. 6 months 6 நான் ഇല്ല മാസം. 1 വർഷം ആവാൻ പോണു 1 വർഷം ആവാൻ പോണു. ஒரு வருஷம் 6 മാസത്തിലല്ല, പോണേ 6 ഉള്ളു. മാസത്തിലൊക്കെ. ഇല്ല 1 വർഷം. இல்ல நான் வந்து 6 months ஆகுதுடா நான் வந்து 6 months ആ ஆகுது 1 വർഷം ആവാൻ പോണേ ഉള്ളു. ഒരു അല്ല 10 കോച്ചിടുന്നതിന് മാസം മുമ്പ് 10 റീബോൾഡ് തുടങ്ങി മാസമൊക്കെ കോച്ച്. 10ആണോ? എന്തായാലും 10ആയി, അത് ഉറപ്പാ. 10 ഞാൻ പറയണെന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളു ഗൈസ്. നമ്മൾ ഈ കളി കളിക്കണത് ജീവിതത്തിൽ ഒരിക്കലും തോക്കൂല എന്ന് പറയണ ഒരു സംഭവത്തിലോ ഒരു കോൺസെപ്റ്റിലോ അല്ല. തോൽവികളൊക്കെ ഇനിയും വരാം, എപ്പോ വേണേലും വരാം. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നിങ്ങളാണെങ്കിലും നിങ്ങളിപ്പോ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളിപ്പോ IPL നിങ്ങളുടെ ഫേവറേറ്റ് ടീം ഒരു കളി തോറ്റു എന്ന് പറഞ്ഞ് അവര് നിങ്ങളുടെ മനസ്സിലുണ്ടാക്കിയ ലെഗസി എന്തായാലും പോകാൻ പോകണില്ല. ഈ ലെഗസി എന്ന് പറയുന്ന സാധനത്തിന്റെ ഒരു മീനിങ്ങും ഇതും ഇപ്പൊ ഭയങ്കരമായിട്ട് മാറി. ആൾക്കാർ വിചാരിച്ചേക്കുന്ന ഒരു വാർ ജയിച്ചാൽ ലെഗസി കിട്ടുമെന്നാണ്. അതല്ല, ഈ ഇന്റിമസി ഏൺ ചെയ്യണം. നിങ്ങളിപ്പോ ഈ വെളുപ്പിനെ എത്ര മണിയായി? 4:31 നിങ്ങൾ ഇത്രയും പേരും ഞങ്ങൾ ഇവിടെ ഇരുന്ന് കൊണ പറയണ കേൾക്കാൻ 1349 പേര് ഇവിടെ ഇരിക്കാന്ന് പറഞ്ഞാൽ അതൊരു ഇന്റിമസി എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു കാര്യമാണ്. ആ ഇന്റിമസി ഓഡിയൻസ് ആണ് ഈ നമ്മുടെ ലെഗസിയുടെയും നമ്മുടെ ഇതിന്റെ എല്ലാം പാർട്ടെന്ന് പറയണത് തന്നെ. ആ സാധനം കിട്ടാനാണ് പാടെന്നാണ് ഞാൻ ഇത്രയും പറഞ്ഞു വന്നതിന്റെ കാര്യം തന്നെ അതാണ്. മനസ്സിലായി? അപ്പൊ ഇനി ഇങ്ങോട്ട് മുന്നോട്ടുള്ള നമ്മുടെ തോൽവികള് ജയിക്കാനുള്ള ഫ്യൂവലായിട്ട് ഞാൻ കൺസിഡർ ചെയ്യുന്ന ഒരാളാണ്. നമ്മൾ എത്ര നാള് പോവോ, ഇതിനി അധികം നാളൊന്നും ഉണ്ടാവില്ല, അതെനിക്ക് ഉറപ്പാണ്. കാരണം പക്ഷെ ഈ ഡയലോഗ് ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ട് 2 വർഷമായി. എന്നാലും ഞാൻ പറയണത് വെച്ചാൽ ഇത് GTA 6ന്റെ ലോഞ്ച് വരുന്നത് കൊണ്ട് പറയുക, എത്ര നാൾ വരെ പോകുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഈ സെർവേഴ്സ് ഷട്ട് ഡൗൺ ആവത്തില്ലെന്ന് തോന്നുന്നു. കാരണം ഇത് റോക്സ്റ്റാർ ഓൾറെഡി ഇത് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഈ റോക്സ്റ്റാറിൻ്റെയൊക്കെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവന്മാര് മറ്റേ ഇതിന്റെ GTA 6ന്റെ ആക്ടിവിറ്റി കൂട്ടാനും ബയേഴ്സിനെ കൂട്ടാനും ചിലപ്പം ഈ ഇതിൽ ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നവന്മാരെ കട്ട് ഓഫ് ചെയ്യാൻ വേണ്ടി അവന്മാർ എന്തെങ്കിലും ചെയ്താലേ ഉള്ളൂ. അങ്ങനെ ഒരു കാര്യം അവർ ചെയ്യാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പെട്ടെന്ന് ഒരു ദിവസം ഈ ഗെയിം പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വിഷമം ഉണ്ടാവും ഉറപ്പായിട്ടും. പക്ഷെ GTA 6 RP ഒക്കെ വരണമെങ്കിൽ ഒരുപാട് സമയം എടുക്കും ഗൈസ്. PC വരാൻ തന്നെ 6-7 മാസം 7-8 മാസം എടുക്കും. എന്തായാലും എടുക്കും. വന്നു കഴിഞ്ഞാലും PC വന്നു കഴിഞ്ഞാലും ഫെബ്രുവരി വരുമെന്നാ പറഞ്ഞത്. അതായത് വന്നിട്ട് ഒരു 3-4 മാസം കഴിയുമ്പോ വരുമെന്നാ പറഞ്ഞു. പിന്നെ GTA 6ന് അവരുടെ തന്നെ കസ്റ്റം RP സെർവർ ആയിരിക്കും. ലൈക്ക് ഗെയിമിൽ നിന്ന് തന്നെ ഈ പറയണത് പോലെ എന്തോ ഒരു പരിപാടി, അത് എനിക്ക് കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ അറിയത്തില്ല. സെർവർ സൈഡ് അതെന്തോ അവരുടെ അടുത്തുനിന്ന് എന്തോ ഹയർ ചെയ്യണ പരിപാടി എന്തോ ആണ്. ഈ മറ്റേ DDoSും ഇതൊന്നും വർക്കാവൂല, മനസ്സിലായ? പക്ഷെ ഈ പറയണത് പോലെ അവരുടെ കയ്യിൽ നിന്ന് സെർവേഴ്സിന് ഈ പറയണത് പോലെ പേയ്മെന്റ് ഒക്കെ കൊടുത്ത് വാങ്ങിക്കുന്ന സെറ്റപ്പാണ്. അപ്പോൾ അതൊക്കെ വരാൻ ഒരുപാട് സമയം എടുക്കും. പക്ഷെ PC വരാൻ തന്നെ ഒരു 7-8 മാസം എടുക്കും. PC വന്നു കഴിഞ്ഞിട്ട് അതൊരു ഒരു RP ഒപ്റ്റിമൈസേഷനിലോട്ടൊക്കെ വരാൻ തന്നെ വീണ്ടും ഒരു 6-7 മാസം എടുക്കും. അങ്ങനെ പെൻഷൻ പറ്റും. റോബ്ലോക്സൊക്കെ പോലെ ഇല്ല എളിയാ. ആ റോബ്ലോക്സിലൊക്കെ നമുക്ക് ഓരോ ഗെയിം ഉണ്ടാക്കല്ലോ, അതേപോലത്തെ ഒരു രീതിയിൽ കൊണ്ടുവരാനാണ് അവർ നോക്കുന്നത്. നോക്കുന്നു. റിയൽ മണി ഗ്രൈൻഡിങ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറയണ ആളിയാ. എനിക്ക് അറിഞ്ഞൂടാ സത്യമാണോന്നൊന്നും. ഞാൻ അവിടെ ജീവിക്കല്ലേ അതിന്റെ പെൻഷനൊക്കെ മേടിച്ചേ അവിടെ കൂടാ നമുക്ക് എല്ലാവർക്കും. കാശുണ്ടാക്കുന്നു. പക്ഷെ അതിന്റെ ആർപ്പിക്ക് വരുമ്പോ വേറെ ലെവലാവോളി അത്. എടാ നിന്ന് ആലോചിക്കടാ ആളിയാ, നമ്മൾ ഇത്രയും വർഷം പഴക്കമുള്ള ഗെയിമിൽ ഇപ്പോഴും കളിച്ചോണ്ടിരിക്കുക. അവന്മാർ എന്തായിരിക്കും ചെയ്യാൻ പോണേന്ന് എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. ഞാൻ അതാ പറയണ. പക്ഷെ ഇൻ ബിറ്റ്വീൻ ദ ടൈം ഗ്യാപ്പ് നിങ്ങൾ ചിലപ്പോൾ നമ്മളെ മറന്നു പോകുന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലുമൊക്കെ ഗെയിമൊക്കെ കളിച്ച് നമ്മൾ കുറച്ച് ആക്റ്റീവായിട്ടിരിക്കുക. എന്നാലും കുറെ പേരൊക്കെ ഇതിൽ നിന്ന് മൂവ് ഓൺ ആവും, അതെനിക്ക് ഉറപ്പാ. കുറെ പേരൊക്കെ ഇതിൽ നിന്ന് മൂവ് ഓൺ ആവും, അത് 100% ഉറപ്പാണ്. നമ്മളെ ലൈവ് കണ്ടോണ്ടിരുന്നവരെ മറക്കത്തില്ല guys, നിങ്ങൾ മറക്കത്തില്ല. കാരണം നിങ്ങളെ ചൈൽഡ്ഹുഡ് നിങ്ങൾ മറക്കത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്ന പറഞ്ഞാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ ഓർക്കും. പിന്നീടൊക്കെ ആണെങ്കിൽ പോലും പണ്ടൊക്കെ നമ്മൾ ടിവിയുടെ വാറ് കാണാൻ വേണ്ടി വെളുപ്പിന് വരെയൊക്കെ ഇരിക്കുമായിരുന്നു. അയ്യോ അങ്ങനെയൊക്കെ നിങ്ങൾ ഓർക്കും കേട്ടോ. ആ ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര ഒരു, അതായത് നമ്മൾ നോക്കത്തില്ല, നമ്മളൊക്കെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പോലും നീയൊക്കെ എന്ത് ചെയ്തു എന്ന് ആൾക്കാർ ചോദിക്കുമെന്ന് പറഞ്ഞാൽ, എനിക്കെന്ന് പറഞ്ഞാൽ നീ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 15,000 പേരെന്ന് പറഞ്ഞാൽ ഒരുമിച്ച് നിൽക്കുക. എൻ്റെ ലൈവ് ഇപ്പോൾ കാണുന്നത് ഞാൻ പറയാം, 15,000 കൂട്ടുന്നില്ല, 12,000 പേരെ കൂട്ടിക്കോ. ആവറേജ് നമ്മൾ കഴിഞ്ഞ 4 വർഷമായിട്ട് സ്ട്രീം ചെയ്യുന്ന ഒരു വാച്ചിങ് കൗണ്ടാണ് 12K എന്ന് പറയണത്. ഈ 12,000 പേരെ ഒരുമിച്ച് കാണുക എന്ന് പറഞ്ഞാൽ നമുക്കത് ഭയങ്കര വലിയ കുറവാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാനൊരു കോൺസേർട്ടിന് പോയപ്പോൾ എനിക്ക് ഏറ്റവും വന്ന വേടൻ്റെ ഒരു പരിപാടിക്ക് പോയപ്പോൾ ഞാൻ കണ്ടത് 10,000 പേരെയാണ്. 10,000 പേരെ കണ്ടപ്പോഴത്തേനും എൻ്റെ കിളി പോയി, മനസ്സിലായ? അപ്പോൾ 12,000 പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയ ആൾക്കാർ. ഈ 12,000 പേരും 4-4.5 വർഷം
ഒരേ സമയത്ത് നമ്മുടെ ലൈവ് കാണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു എന്ന് പറയണത് എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഒരു കാര്യമാണ്. നീ എന്ത് ചെയ്തു എന്നെങ്കിലും ചോദിക്കുമ്പോ എന്നെ അത്രയും പേര് ഓർത്തിരിക്കും, അതെനിക്ക് ഉറപ്പാ. ചെറിയ ഇനി കാര്യമല്ലേ എന്റെ വായിന്ന് എന്ത് ചെറ്റത്തരം വീണാലും എന്ത് വീണാലും അത്രയും പേര് എന്നെ ഓർത്തിരിക്കും, അതെനിക്ക് ഉറപ്പാ. അതല്ല, കൺസിസ്റ്റന്റ് ആയിട്ട് ഇത്ര നാൾ ഇതേപോലെ കൊണ്ടുപോകാൻ പറ്റുന്ന അത് ചെറിയ കാര്യമൊന്നുമല്ല അളി. അത് ഇന്ന് ഞാൻ പറഞ്ഞേ ഉള്ളൂ അത്. അതെ, എനിക്കത് സത്യം പറയാലോ അളിയാ. ഞാൻ പറയാം, അത് ഈ എൻ്റെ ഏറ്റവും കൂടുതൽ ഞാൻ പറയാം, ഈ ഇന്ററാക്ഷൻ സാധനം എന്നെ ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് ഞാൻ ഇത്രയും വർഷം അതിങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് പറഞ്ഞാൽ, എടാ ഞാൻ വേറൊരു കാര്യം പറയണം. നമ്മുടെ മേജർ ഓഡിയൻസില്ലേ, അതായത് ഞാനൊരു 3 വർഷം ബാക്ക് 4 വർഷം ബാക്കത്തെ കാര്യം പറയാം. എനിക്ക് കിട്ടിയ ഓഡിയൻസിന്റെ 80% പേരും KVയുടെ ഫാൻസ് ആയിരുന്നു. എന്റെ ഓഡിയൻസ് 80, അതായത് ഒരു 4 വർഷം 4-5 വർഷം മുമ്പത്തെ കാര്യം ഞാൻ പറയണേ. അതിൽ 80% പേരും ഞാൻ പുഴുക്കുന്ന കാണാൻ വേണ്ടിയിട്ട്, എന്നെ തെറി വിളിക്കാനും വേണ്ടിയിട്ട് എന്റെ ലൈവിൽ വന്ന ആൾക്കാരാ. സത്യം പറയാലോ, സത്യം പറയാം. അന്ന് ആ സമയത്ത് അങ്ങനെ വന്നിട്ടുള്ള ആൾക്കാരാ. കാരണം കാർലോയെ തട്ടിക്കൊണ്ട് പോകുന്നു, കാർലോയെ മറ്റേ ഇതാക്കുന്നു. അപ്പൊ ഞാൻ ലൈവിലൊക്കെ ഇരുന്ന് മെസ്സൊക്കെ അടിക്കുന്ന സമയമായിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് കണ്ണുപോലും പിടിക്കാൻ അറിയത്തില്ല, എന്നാലും മെസ്സടിക്ക് ഒരു കുറവില്ലായിരുന്നു ആ സമയത്ത് അളിയേട്ടാ. മറ്റേ അതും ബുദ്ധിയില്ലാത്ത 2 കൊണ്ട് ഞാൻ ഇങ്ങനെ പോകും എവിടെയെങ്കിലുമൊക്കെ. ആ സമയത്ത് എനിക്കുണ്ടായിരുന്ന വ്യൂവർഷിപ്പ് എന്ന് പറഞ്ഞാൽ 200-250 മാക്സിമം. പക്ഷെ അത് ഞാൻ ഇങ്ങനെ ഗ്രാജുവലി നോക്കിയപ്പോൾ എൻ്റെ RP ലൈവ് 3 RP കഴിഞ്ഞപ്പോൾ തന്നെ ഈ 300 വാച്ചിങ് എന്നുള്ളത് എനിക്ക് 1000-2000 ആയി. വെറും അതെന്ന് പറഞ്ഞാൽ അത് KVയുടെ ഓഡിയൻസ് ആയിരുന്നു അന്ന് ആ KVയുടെ ഓഡിയൻസ് ഞാൻ ഈ കാണിക്കുന്ന പൊട്ടത്തരങ്ങൾക്കും ഞാൻ ഇതാക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് വന്നു തുടങ്ങി. ലൈക്ക് അതാണ് ഞാൻ പറയണ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ ഗൈസ്, ഞാൻ പറയണ ലെഗസി ഉണ്ടല്ലോ, ആ ലെഗസിയുടെ ഒരു മെയിൻ കാര്യം പറഞ്ഞുതരാം. ഗണ്ണ് പിടിക്കാൻ പോലും അറിയാതെ, ഹെൽമെറ്റ് ഇടാൻ അറിയാതെ പോയി അടിച്ച് ഞങ്ങളെ മണ്ടത്തരം തൊട്ട് ടോപ്പിക്ക് വരെ കണ്ടിപ്പം. അതായത് ബാക്കിയുള്ള ഗ്യാങ്സിന് അത് ഒരിക്കലും പറ്റില്ല ഗൈസ്. ഞാൻ പറയണെന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത എല്ലാവർക്കും ആ മണ്ടത്തരം ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഇപ്പൊ എക്സാമ്പിൾ ഇപ്പൊ MRC പറയുവാണെങ്കിൽ അവരിൽ ഞാൻ പറഞ്ഞില്ല, ഞാൻ കളിയാക്കുന്ന രീതി പറയുമല്ല, ഇത് വീണ്ടും പറയുക. അവരിൽ ഈ പറയണ ലീഡർ, കോ ലീഡർ അവര് മാത്രമേ ഉള്ളൂ പുതിയത്. ബാക്കി എല്ലാവരും പഴയ ആൾക്കാരാ. മനസ്സിലായി? അവരെല്ലാം പഴയ ആൾക്കാരായതുകൊണ്ട് അവർക്ക് വർഷങ്ങൾ കളിച്ച എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ നമ്മൾ തുടങ്ങിയത് അങ്ങനെയല്ല. നമ്മൾ മണ്ടന്മാരെ പോലെ തുടങ്ങി. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഹെൽമെറ്റ് ഇല്ലാതെ ടർഫ് അടിക്കാൻ ഒറ്റയടിയിലൊക്കെ വീഴും. ആളിയാ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഡ്രീമറിന്റെ ഒരു കൂട്ടുകാരൻ സെർവറിൽ അഡ്മിൻ ഉണ്ടായിരുന്നു കേട്ടാ. ഡ്രീമർ ഒരു ദിവസം വാറിന് ചത്തിട്ട് അവനെ ഫോൺ വിളിച്ച്, ബ്രോ ഞാൻ കാല് പിടിക്കാം, എന്നെ ഒന്ന് കയറ്റും, ആരും കണ്ടിട്ടില്ല ഞാൻ ചത്തത് എന്ന് പറഞ്ഞ് അവന്റെ കാല് പിടിച്ച് വാറ കയറി അടിച്ച ദിവസം. അളിയാ അതല്ല കോമഡി എന്തിരുന്നോ, ഇവന്മാരൊക്കെ എനിക്ക് അങ്ങനെ അറിയത്തില്ലല്ലോ, ഇവന്മാരൊക്കെ ഈ ഹെൽമെറ്റ് ഇട്ട് അടിക്കാൻ പോണ കണ്ടിട്ട് ഞാനും എന്തിരുന്നോ മറ്റേ ബൈക്ക് ഓടിക്കുന്ന ഹെൽമെറ്റ് ഇല്ലേ അടിക്കാൻ പോയി. അളിയ ഇത് തന്നെ ഞാൻ വേറെ വേണ്ടേ, MS8-നായിട്ടേ നമ്മൾ മെസ്സൊക്കെ അടിച്ചിട്ട് MS8-നായിട്ട് ഞങ്ങൾ ഒരു ദിവസം വാറ് തോറ്റു കേട്ടാ. അപ്പൊ ഞാൻ അന്നും മറ്റേ ഈ പറയണ പോലെ ലാസ്റ്റ് മിനിറ്റ് സെറ്റപ്പാ. വാറ് തുടങ്ങും, 1 മിനിറ്റ് ബാക്കി ഉണ്ടെങ്കിൽ 10 മണിക്ക് വാറങ്ങി 9:59 വരും. 9:59 വന്നിട്ട് ഞാൻ നോക്കിയപ്പോ എല്ലാരും ഡ്രീമറും ഞാനുമാണ് ഏറ്റവും ലാസ്റ്റ് വന്നത് കേട്ടാ. ഞാൻ നോക്കിയപ്പോ എല്ലാരും യൂണിഫോം പോലെ മറ്റേ ഇതൊക്കെ ഇട്ട്, ഡ്രസ്സൊക്കെ ഇട്ട്, ഒരേപോലത്തെ ഹെൽമെറ്റ്, ഒരേ കളർ ഹെൽമെറ്റ് ഒക്കെ. ഞാനും ഡ്രീമറും മാത്രം മറ്റേ റൈഡ് പോകുന്ന ഹെൽമെറ്റ് 2 ഞങ്ങൾ 2 വെച്ച് വന്നേക്കുന്നേട്ടാ. ഈ സാധനം വെച്ച് ഞങ്ങൾ വന്ന് കളിച്ചോണ്ട് ഇതൊക്കെ അതിനകത്തുണ്ട്. ഇതൊക്കെ എത്ര നാൾക്ക് മുമ്പത്തെ സാധനങ്ങളാണെന്നറിയോ. അണ്ണ ഒരു കാറും കൊണ്ട് ഇറങ്ങും മുഴുവൻ വള്ളി കണ്ണാപ്പി. പണ്ട് ആ സമയത്ത് നിങ്ങൾ OG ഓഡിയൻസിന് കുറെ പേർക്ക് അറിയാവുന്ന കാര്യമാണ്. നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി, നമ്മൾ അന്നൊക്കെ എന്തോരം FRP കാണിച്ച് മെസ്സ് അടിച്ചിട്ടുണ്ടെന്ന്. അതായത് ചന്ദ്രൻ ചാവുന്നു, അഡ്മിന്റെ കണ്ണ് തെറ്റിയിട്ട് റസ്സായി വേഷം മാറി അടുത്ത വണ്ടിയിൽ വരുന്നു, അടിക്കുന്നു. മീൻസ് അങ്ങനത്തെ ഇതൊക്കെയാണ്. മനസ്സിലായ? വെൻസെക്സ്, അയ്യോ സത്യമല്ലേ വെൻസെക്സ് ഒക്കെ അണ്ണാ ഇത്ര ടോക്സിസിറ്റി ആണ്. അതില്ല ബ്രോ, അതില്ല. ഞാൻ പറയട്ടെ, അതില്ല. അന്ന് ഇവിടെ വേറൊരു കാര്യം ഉണ്ടറാ, ഈ ടോക്സിസിറ്റി എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് എല്ലാവരും കളിച്ചു വന്ന രീതി മാറി. അതിൽ എല്ലാവർക്കും റോളുണ്ട്, നമുക്കും ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്കും എല്ലാം റോളുണ്ട്. ഈ അന്നത്തെ ചില ആൾക്കാരുടെ വിചാരം എന്ന് പറഞ്ഞാൽ വാച്ചിങ് ഇല്ലാത്തവർ കുണച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല, തിരിച്ച് വാച്ചിങ് ഉള്ളവർ കുണച്ചു കഴിഞ്ഞാൽ പ്രശ്നം എന്നുള്ള രീതിയായി. പിന്നെ ഈ ടോക്സിസിറ്റി കൂടാനുള്ള മെയിൻ കാരണം ഞാൻ പറഞ്ഞുതരാം നിങ്ങളുടെ എല്ലാവർക്കും. അതിന്റെ കാരണം സ്ട്രീമേഴ്സ് തന്നെയാണ്. മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ ഇത്രയും പേരുടെ മുമ്പിൽ നാണം കെടുമ്പോഴേ ഉള്ള വിഷമം ഇല്ലേ, അതാണ് പ്രശ്നം.
ഇപ്പം നോർമൽ 2 ഗ്യാങ് തമ്മിലുള്ള അടി ഉണ്ടാകുമ്പോൾ അതങ്ങ് കഴിഞ്ഞ്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇപ്പം തന്നെ നമ്മളൊരു വാർ എടുത്താൽ അവന്മാർ പുഴുക്കാൻ പോണത് 1278 പേരില്ല. ഓൺ ദ സെയിം സൈഡ് സ്ട്രീമർ ഓഡിയൻസ് ഇല്ലാത്ത 2 ഗ്യാങ്ങുകൾ തമ്മിൽ ഫൈറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടിപ്പോയാൽ അടി ഉണ്ടാവാൻ പോണത് ഈ പറയണ അന്ന് എത്രയാ ടീം ഒരു ഗ്യാങ്ങിൽ എത്ര പേരാ വാർ കളിക്കുന്നത്? 10 പേരോ 15 പേരോ 10 പേരോ 20 പേര് കഴിഞ്ഞ്. പക്ഷെ ഇന്ന് അങ്ങനല്ല. ഇന്നാണെങ്കിൽ പോലും ഈ സ്ട്രീമർ ഫാൻ ബേസ് ഇല്ലാത്ത 2 ഗ്യാങ്ങുകൾ തമ്മിൽ കളിച്ചാൽ പോലും കൂടിപ്പോയ 50 പേരും പിന്നെ അഡ്മിൻ ലൈവ് കാണുന്ന കുറച്ച് ആൾക്കാരും മാത്രമേ കാണുള്ളൂ. പക്ഷേ ഇപ്പം ഞങ്ങളുടെ അടുത്തൊക്കെ വാർ എടുക്കുന്ന സമയത്ത് 10,000-15,000 പേര് ലൈവ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുത്തിനെ പിടിച്ച് അവിടെ കൊണ്ടുവന്ന് അപരാധിക്കുമ്പോൾ അവന് പൊട്ടിപ്പൊളിയും. നമുക്ക് ഇപ്പൊ എക്സാമ്പിൾ വേറൊരു സൈഡ് കൂടെ ഉണ്ട്. ഇതിൽ 2 സൈഡ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ 10,000 പേരെ വെച്ച് സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ലൈവിൽ വന്ന് പറയുക അവൻ അവിടെ ഇരുന്ന് ഈകളുടെ ചീത്ത കളിക്കുന്നു എന്ന് കമന്റ് സെക്ഷനിൽ പറയുമ്പോൾ ഇത് കേട്ടോണ്ട് ഇവിടുന്ന് കുറെ പേര് അവിടെ പോകും. അപ്പൊ നമ്മുടെ മനസ്സിലൊരു റെപ്യൂട്ടേഷൻ പ്രശ്നം വരും. ഇവൻ ഇരുന്ന് പറഞ്ഞിട്ട് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, ഉടനെ നമ്മളെടുത്ത് അതിന് റിപ്ലൈ പറയും. ഇതിന് അങ്ങനെ 2 സൈഡ് ഉണ്ട് ഇതിന്. ആയിരം ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ ദ മെമ്പർഷിപ്പ്. താങ്ക് യു സോ മച്ച് ഫോർ ഇതുണ്ടായിരുന്നു 1000 സ്റ്റിക്ക്. ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ഈ 1000 സ്റ്റിക്കർ. അത് 1000 കിക്ക് പറഞ്ഞാൽ $12 സത്യം കാർലോനെ എസ്കേപ്പിന്റെ മലമുകളിൽ അതിന്റെ അണ്ണന്റെ റിയാക്ഷൻ നോക്കാൻ വന്നതാണ് ഞാൻ. TVS നിനക്ക് ആ സിറ്റുവേഷൻ അറിയാമോടാ ഗോകു? വണ്ടി ഒന്ന് ഉരുണ്ട് താഴോട്ട് പോയില്ല. ഞാൻ മാസ് അടിക്കാൻ വേണ്ടി കാർലോയെ കോട്ടൊക്കെ ഇട്ട് പിസ്റ്റിലൊക്കെ എടുത്ത് കാർലോയെ കൊണ്ട് പോകും കേട്ടാ. എന്റെ കൂട്ടത്തിൽ ഒരു ഉണ്ണികുണ്ടയുണ്ട്, വേറൊരു മിന്നലും ഉണ്ണികുണ്ട. ഈ 2 അവന്മാരെ കൊണ്ട് ഞാൻ അവിടെ പോകും. ഞാൻ എന്നിട്ട് വെളിയിൽ ഇറങ്ങിയിട്ട് ഞാൻ മാസ് അടിക്കുക. എടാ കാർലോ, നിന്നെ ഞാൻ തൂക്കിയടാ എന്നൊക്കെ പറഞ്ഞ് ഇതാക്കും കേട്ടാ. അപ്പൊ അന്നത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അളിയാ വണ്ടി ലോക്ക് ചെയ്തില്ലെങ്കിൽ മറ്റേ വണ്ടിക്കകത്ത് കയറി ഇതാക്കി പോവാ കേട്ടാ. ഞാൻ അവിടെ ഇരുന്ന് മറ്റേ വണ്ടിക്കകത്ത് കയറി ഇരുന്ന് മെസ്സൊക്കെ അടിച്ചിട്ട് ഞാൻ ഇവനോട് എപ്പോഴും ഞാൻ ഇവന്മാരോട് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഒരുത്തൻ ഞാൻ മാസ് അടിക്കുന്ന സമയത്ത് ഒരുത്തൻ ഡ്രൈവിംഗ് സീറ്റ് വേണം, ഡ്രൈവിംഗ് സീറ്റിൽ ഇല്ല എന്ന് പറയാം. അപ്പൊ ഈ കാറിൽ ഒന്ന് തിരിച്ചു പറയുമ്പോ അണ്ണാവെ പറ്റി സ്വന്നാന്നൊക്കെ പറഞ്ഞ അവൻ ചാടിയൊക്കെ ഇറങ്ങി. ഈ സമയത്ത് കാറിൽ എന്ത് ചെയ്തെന്നറിയോ, നേരെ ഡ്രൈവിംഗ് സീറ്റിൽ കയറി വണ്ടി എടുത്തൊരു ഒറ്റ പോകും. ആളിയാ ഞാൻ അവിടെ പുഴുത്തങ്ങ് നാറി കേട്ടാ. നാറിയിട്ട് അപ്പോഴത്തേക്ക് കാറിലോടെ ഫാൻസ് എല്ലാം കൂടെ വന്ന് ചാറ്റിൽ ഊമ്പിയോടാ കുണ്ണേ നീ നിനക്ക് കിട്ടിയില്ലടാ വായിൽ എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് വന്ന് കേട്ടാ. ഞാൻ ലൈവൊക്കെ നിർത്തി വിഷമിച്ച് ലൈവൊക്കെ നിർത്തി പോയി നേരെ ഇവന്മാരെ വിളിച്ച് ചീത്ത വിളിച്ച് ഓടാ കൂറി വരെ നാളെ തൊട്ട് എന്റെ കൂടെ വന്നേക്കരുത് അതൊക്കെ പറഞ്ഞു ഇവന്മാരെ ഒട്ടും കേട്ടില്ല. എടാ സീരിയസ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞോണ്ടല്ലോ എന്താ ഞാൻ തമാശക്കൊക്കെ ചെയ്യുന്നതൊക്കെ തമാശ ആയിരുന്നു. ആദ്യം തമാശയായിരുന്നു. അതായത് ഈ ഓഡിയൻസ് വന്ന് നമ്മൾ എന്റെ അടുത്ത് ഇതാക്കിയല്ലോ, എന്നെ കൊണച്ച് ഭയങ്കരമായിട്ട് ഇതാക്കി സീരിയസ് ആക്കി. അപ്പോഴത്തേക്കിന് എനിക്ക് എന്റെ മൈൻഡ് സെറ്റ് മാറി. അപ്പോഴത്തേക്കിന് പിന്നീടാണ് ഈ ഗ്യാങ് ബിൽഡ് ചെയ്യണം മറ്റേ ഇതൊക്കെ എനിക്കൊരു സീരിയസ് തോട്ട് വന്നു തുടങ്ങിയത് അതിനുശേഷം. ആദ്യം സീരിയസ് അല്ലായിരുന്നു, ആദ്യം തമാശക്ക് തുടങ്ങിയതാ. പിന്നെ ഈ ഓഡിയൻസ് കുറെ പേര് വന്നപ്പോഴത്തേക്കിന് എല്ലാവർക്കും ഉണ്ടാവല്ലോ ടോക്സിക് ഫാൻ ബേസ് എന്ന് പറയുന്ന സാധനം എല്ലാവർക്കും ഉണ്ട്. അതിൽ നിന്ന് കുറച്ച് പേര് വന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞ് ഇതാക്കി. അപ്പോഴത്തേക്കിന് നമ്മൾ പിന്നെ ഗ്യാങ് സെറ്റാക്കണം എന്നുള്ളൊരു തോന്നലായി തുടങ്ങി. കാരണം ഇവരെപ്പോ നോക്കിയാലും കാർലോയെ രക്ഷിക്കാൻ 100 പേര് സിറ്റി കിടന്ന് കറങ്ങുക. നമ്മളെയൊക്കെ ആരെങ്കിലും പിടിച്ചോണ്ട് പോയാൽ ഉണ്ണികൊണ്ടേ മിന്നല് മാത്രം. 2 വെടിവെക്കാൻ പോയിട്ട് നേരെ നിൽക്കാൻ പോലും അറിഞ്ഞുകൂടാത്ത 2 പക്ഷെ കാർലോയെ തിരക്കി അപ്പോഴും മറ്റേ റിംബോച്ചി മറ്റേ അപ്പാപ്പൻ ആരൊക്കെയാണ് ലിയോ പ്രിൻസ് എല്ലാരും ഉണ്ട് ആ സമയത്ത്, മനസ്സിലായ? അയ്യോ അത് പിന്നാണ് ഗ്യാങ് തുടങ്ങണമെന്നുള്ളൊരു സാധനമൊക്കെ അതിനുശേഷമാണ്. കാരണം ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഇവരുടെ POV കാണാൻ വേണ്ടി പോയി കേട്ടോ. ചെന്നപ്പോഴത്തേക്കിന് കാർലമോനെ വെയിറ്റ് ചെയ്ത് അപ്പാപ്പനൊക്കെ നിൽക്കുക, വെയിറ്റ് ചെയ്ത് അപ്പാപ്പനൊക്കെ അടിക്കാൻ നിൽക്കണത് എന്നെ കിട്ടിയ അപ്പാപ്പ കറി വെക്കും. അതുപോലെ നിൽക്കണം അപ്പാപ്പനൊക്കെ. ചിഞ്ചു തോമ എല്ലാരും ഉണ്ട്. തോമ ഇല്ലായിരുന്നു തോമയൊക്കെ പിന്നെ അളിയ നിനക്ക് ഇത് ഓർമ്മ ഉണ്ട് അളിയ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. അയ്യോ എന്റെ ഓർമ്മയില്ലാതെ പോയി. ഞങ്ങൾ മറ്റേ ഇവിടെ അല്ലേ കളിച്ച MRPയില് $700 നിങ്ങളുടെ ക്ലാസ് ഉണ്ടായി.
ഞാൻ ഇനി നോക്കി വെക്കോ. നേരെ വന്ന് തലേം തല്ലിയും താഴെ വീണ്. അന്നത്തെ ബ്ലേഡ് ഔട്ട് ആനിമേഷൻ സൗണ്ട് കേട്ടോ നിന്റെ. അയ്യോ വൈരല്ലേ അയ്യോ അത് എന്റെ ആളിയാ ഇത് പക്ഷെ വേറൊരു കാര്യം പറയാം ഗൈസ്, ഞാൻ ഇത് കളിച്ചതിന് ശേഷം പിന്നെ കുറെ നാൾക്ക് ശേഷമല്ലടാ ഞാൻ വീണ്ടും തിരിച്ചു വരുന്നത്. പിന്നെ പബ്ജി മൊബൈൽ ബാൻ ആയതിനു ശേഷമാണ് പിന്നെ വന്നത്. ഇത് MRP ഞാൻ കളിക്കണം. പിന്നെ ഞാൻ തുടങ്ങണത് MRP-ലാണോ? MRP-ലല്ലേ ഞാൻ തുടങ്ങണത്? ഗ്യാങ് തുടങ്ങണ MRP. ഗ്യാങ് തുടങ്ങണം ഇവിടെ ആയിരുന്നു. മറ്റേ എന്തോന്ന് വേറൊരു ഗ്യാങ് ഒരു സെർവർ ഉണ്ടായിരുന്നില്ല MRP-യുടെ കൂടെ തന്നെ. അപ്പെക്സ് അവിടെ തന്നെ. അപ്പെക്സിലാണ് പിന്നെ MGRP-ലോട്ട് വന്നത്. അപ്പെക്സിലല്ലേ MRP-ലാന്ന് തോന്നുന്നു ഗ്യാങ് സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ ഏതൊക്കെ സെർവർ കളിച്ചെന്ന് പറയാം. MRP ഉണ്ട്, അപ്പെക്സ് ഉണ്ട്, MGRP ഉണ്ട്, മറ്റേ TKRP ഉണ്ട്, സ്വർഗരാജ്യം ഉണ്ട്, പിന്നെ ഇത് സിയോണ്, പിന്നെ ഇത്. ഇത്ര സെർവേഴ്സിലാണ് നമ്മൾ കളിച്ചിട്ടുള്ളത്. അപ്പെക്സിൽ കുറച്ചേ കളിച്ചിട്ടുള്ളൂ, ഒരുപാട് നിന്നിട്ടില്ല. അപ്പെക്സിൽ ഒരുപാട് കളിച്ചിട്ടില്ല. MRP-ലാണ് ഗ്യാങ് സ്റ്റാർട്ട് ആക്കി. അതെ MRP. ദേവലോകം നമ്മൾ കളിച്ചിട്ടില്ല ബ്രോ. 1-2 ദിവസം പോയിട്ട് ദേവലോകത്തിന് വന്ന് 2 ദിവസം പോയിട്ട് പിന്നെ നേരെ MGRP-ലോട്ടാ പോയത്. അവിടെ ഒരു വൈബായിരുന്നു MGRP. എല്ലാത്തിന്റെ തുടക്കം, വാറിന്റെ തുടക്കം, ഇതെല്ലാം നമ്മളല്ലേ, നമ്മള് തുടക്കി വെച്ചാണല്ലോ. വാറ്, അടി, ഗ്യാങ്ങോസ് ബ്രിഡ്ജ്, മൈരി, ഇതൊക്കെ നമ്മളെ തുടങ്ങണേണ്. അയ്യോ ബ്രോ ഇതെന്തിന് ബ്രോ? താങ്ക് യു സോ മച്ച് ഫോർ ദി 25. താങ്ക് യു സോ മച്ച് ബ്രോ. ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ ദി അഡ്മിനായിട്ട് ഏർട്ടോട്ട് ഇപ്പം എവിടെ? എക്ലാറ്റിസില്. അപ്പൊ പുള്ളി നമ്മുടെ ശത്രുവായേ. പുള്ളി കുറച്ച് 2 ദിവസം കഴിയുമ്പോ ഒരു മാസം കഴിയുമ്പോ പുള്ളി ഇവിടെ ഉറപ്പായിട്ടൊരു കമന്റ് വരും, കൊട്ടെ രാജന്റെ പറ എന്റെ 25 അയ്യോ അത് പറയാതിരിക്കാൻ വയ്യ. സത്യം പറയാലോ, ഈ നമുക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു RP വരുവാന്ന് പറയുമ്പോ ഇപ്പൊ പേടിയാ. പണ്ട് ഇഷ്ടമായിരുന്നു, ഇപ്പൊ പേടിയാ ഗൈസ്. സത്യമായിട്ട് പറയാം, ഇപ്പൊ പേടിയാ. അയ്യോ അത് നമ്മളെ സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത് നോക്കാതെ അവർ കയറി വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. പിന്നെ വേറൊരു കാര്യം ഉണ്ടാളിയാ, നമ്മൾ ഈ ഓപ്പോസിറ്റ് ഇവരൊക്കെ ഉണ്ടല്ലോ, ഇനിഷ്യൽ ടൈമിൽ ഇവരുടെ ഒന്നും ക്യാരക്ടർ നെയിമുകൾ നമ്മൾ ഓർത്തിരിക്കത്തില്ല. അപ്പൊ നമ്മളുണ്ടല്ലോ, നമ്മൾ എന്തെങ്കിലും ഒരു സീരിയസ് സിറ്റുവേഷനിലാണെങ്കിൽ നമ്മൾ വെച്ച് അവരാധിക്കും. ഇപ്പൊ ഇവരുടെ മനസ്സിൽ ഇത് കിടക്കും ഭയങ്കരമായിട്ട്, മനസ്സിലായി. കാരണം ഇവർ ഇത്രയും നാള് നമ്മളെ വെളിയിൽ നിന്ന് ഇങ്ങനെ കണ്ടിട്ട് ഇവിടുത്തെ ഗ്യാങ്ങിലെ കുറെ ആൾമാര് പറയത്തില്ല, ഇവന്മാരുടെ കോണം എന്താന്ന് അറിയണമെങ്കിൽ സിറ്റി കയറി നോക്കണമെന്ന്. സിറ്റി കയറിയാ പിന്നെ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്ന, നമ്മൾ നമ്മുടെ ഗ്യാങ്ങിന് വേണ്ടി തന്നെ ബിഹേവ് ചെയ്യത്തുള്ളൂ. നിങ്ങൾ നാളെ സിറ്റി, ഞാൻ ഇത് ഒരുപാട് ലൈവ് പണ്ട് നമുക്ക് കുറെ അടി കിട്ടിയിട്ടുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ ഇപ്പൊ വരുന്ന അണ്ണ പറഞ്ഞ് പണ്ട് സുമതിയൊക്കെ കൊണ്ടുപോയി പറഞ്ഞിട്ടുണ്ട് എടുത്തിട്ടിട്ട്, മനസ്സിലായി. എന്ന് വെച്ചാൽ അതായത് സിറ്റിയിൽ ഒരു പുതിയ പയ്യൻ വന്നിട്ട് അണ്ണ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര രീതിയിൽ കാര്യമായിട്ടൊക്കെ സംസാരിച്ച് എന്നെയും ചെറുക്കട്ടെ കൂടി പലോട്ടയിലെ കൊണ്ടുപോയി. നോക്കിയപ്പോ സുമതി എല്ലാവരും കൂടി പറഞ്ഞ് അവസാനം ഗണ്ണും പിടിച്ച് നേരെ ഹോസ്റ്റേജും കൊണ്ടുപോയി. മറ്റേ ഒരു പണ്ടത്തെ ഒരു വീടുണ്ടല്ലോ, ഒരു മറ്റേ ബാത്റൂം ഒക്കെ വേണം, ഒരു മറ്റേ കത്തിച്ചേക്ക് സ്ഥലം അതാണ് അത് തന്നെ. അവിടെ കൊണ്ടിട്ട് അവരാത് വരുന്നു മയില്. അതിന്റെ ഇടയിൽ കണ്ണാപ്പിയും കൂടി വന്നിരുന്നു. മൊത്തം ഇതായിരുന്നു. അയ്യോ കണ്ണാപ്പി, അയ്യോ കണ്ണാപ്പിതാണ് തുടക്കം. വാസു എടാ ഞാൻ വർഷങ്ങൾക്ക് ശേഷം ഒരു സാധനം, ഒരു കുറ്റസമ്മതം നടത്താൻ പോവാണേ. കേട്ടോണേ ഇത് കറക്റ്റായിട്ട് കേട്ടോണേ. അതായത് ഈ കണ്ണാപ്പി എന്ന് പറയുന്ന പുണ്ടച്ചിമോന്റെ ക്യാരക്ടർ എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു കേട്ടാ. എന്നുവെച്ചാൽ ഒന്നാമത്തെ കാര്യം, ഇവൻ മുതു മെറ്റയാ. എന്ന് പറഞ്ഞാൽ ഒരു മെറ്റ കുണ്ണയാണ് ഇവൻ. അപ്പൊ നമ്മളുണ്ടല്ലോ ആദ്യമൊക്കെ ഇവൻ ഈ പറയണ മറ്റേ JD ബോയ്സ് എന്ന് പറഞ്ഞിട്ട് ഈ സുമതി അമ്മയുടെ ഒക്കെ കൂട്ടത്തിൽ കുറച്ച് നടന്നവനാണ് ഇവൻ. അപ്പൊ ഉണ്ടല്ലോ ഇവൻ ഇങ്ങനെ ഞങ്ങൾ എവിടെ സിറ്റുവേഷൻ ചെയ്യാൻ പോലും, അതായത് ഞാൻ ആ സമയത്ത് ഓഫ്ലൈൻ RP ഒക്കെ ഇവന്റെ ഒക്കെ കൂടെ കയറുമായിരുന്നു, നമ്മുടെ കീരിയുടെ ഒക്കെ കൂടെ. ഞങ്ങൾ എവിടെ പോയാലും ഈ പുണ്ടച്ചിമ മണത്ത് വന്നിട്ട് ഇപ്പൊ ഈ പറയണ ബാക്കിയുള്ളവരോട് ചെയ്യുന്ന സെയിം സാധനം. എന്തോ ആടാ നിനക്കൊക്കെ അടിക്കാനൊന്നും പറ്റത്തില്ലേ, അടിയൊന്നും ഇല്ലേ, വെറുതെ ഇങ്ങനെ സംസാരിച്ച് നടന്നാ മതിയോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുണ്ണത്തരം പറഞ്ഞിട്ട് പോവേ.
എനിക്കിത് കേൾക്കുമ്പോ പൊളിയും. അപ്പൊ ഞാൻ ലൈവിലാണെങ്കിൽ ഞാൻ ഇരുന്ന് പറയും. ഞാൻ ഓഫ്ലൈനിൽ ഞാനിരുന്ന് ഒരു ദിവസം ഇരുന്ന് ചീത്ത വിളിച്ചപ്പോഴത്തേക്കിന് അഡ്മിൻ വന്ന് പ്രശ്നം ഉണ്ടാക്കിയിട്ട് അന്നൊന്നും നമ്മളുടെ അടുത്ത് എടാ അന്നത്തെ സെർവേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വ്യൂവേഴ്ഷിപ്പ് ഉള്ളവരെയൊക്കെ ഒന്നും ആ ഒരു ആദ്യ തുടക്ക സമയത്തൊക്കെ കുറെ കണ്ണടയ്ക്കുമായിരുന്നു. എന്നുവെച്ചാൽ ഈ തെറിവിളികളുടെയൊക്കെ കാര്യത്തില്. അപ്പൊ എന്റെ അടുത്ത് ഓൾറെഡി വന്ന് വാണിംഗ് തന്നിട്ട് പോയതാട്ടെ. എനിക്ക് ഇവനെ ആണെങ്കിൽ ഞങ്ങൾ വൈകുന്നേരം ഈ കീരിയുടെ ലൈവിൽ കയറിയപ്പം കീരിയുടെ ആ സമയത്ത് പ്രണയിനിയുടെ കൂടെ RP ചെയ്യുന്ന സമയത്ത് ഞാൻ കപ്പലിന്റെ കൊടുക്കാനും വെള്ളം കൊടുക്കാനുമാണ് ഞാൻ കൂടെ പൊക്കൊണ്ടിരുന്നത്, മനസ്സിലായെന്ന്. അപ്പൊ ഞങ്ങൾ ഇതുപോലെ ഒരു സമയത്ത് പോയപ്പോഴത്തേക്കിന് അവിടെ ചെന്നപ്പം ഇവൻ വന്ന് നമ്മൾ ചുമ്മാ കടൽ തീരത്തിന് സംസാരിക്കുവാണേ. ഇവൻ പുറകെ കൂടെ വന്നിട്ട് ഈ നിമ്മു എന്ന് പറയണ പെങ്കൊച്ചിനെ അടിച്ചിട്ടിട്ട് അങ്ങ് പോയി. എന്നിട്ട് ഞങ്ങൾ ചോദിക്കാൻ ചെന്നപ്പം സേഫ് സോണിൽ കയറി ഇരുന്നിട്ട് ചിരിക്കുക. എന്നിട്ട് മാസടി കേട്ടോ, ഭയങ്കര മാസടി. അപ്പൊ ഞാൻ എന്നിട്ട് കുറെ നേരം നിന്നിട്ട് ഒരു തരത്തിൽ വെളിയിൽ ഇറങ്ങത്തില്ല, ഞങ്ങൾ അങ്ങ് തിരിച്ചു പോയിട്ടാ. തിരിച്ചു പോയപ്പോഴത്തേക്കിന് ഞാൻ എന്നിട്ട് സിറ്റിന്ന് അങ്ങ് ഇറങ്ങി. ഞാൻ സിറ്റിന്ന് ഇറങ്ങിയിട്ട് ഞാൻ കീരിയോടും ഇവരോടും പറഞ്ഞ് എടാ ഞാൻ ഇറങ്ങുമെന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിയിട്ട് എന്ത് ചെയ്യുന്ന അറിയോ, ഞാൻ നോക്കിയപ്പം ലൈവ് ഇട്ടിരിക്കുക. ലൈവില് ഞാൻ ആ സമയത്ത് കണ്ണാപ്പിയുടെ ലൈവ് ചെല്ലുമ്പം കണ്ണാപ്പിയുടെ കമന്റ് വായിക്കുന്ന ഫോൺ മാത്രമാണ് ആ ലൈവ് കാണുന്നത്, മനസ്സിലായ? കാരണം വേറെ ഒരാൾക്ക് ഇവനെ കണ്ടുകൂടാ. ബാക്കി ചാറ്റിലൊക്കെ ഈ RPക്കകത്ത് കാണുന്നവരൊക്കെ വന്ന് ചാറ്റിൽ തള്ളക്കി വിളിക്കുന്നു, നിന്നെ ഞാൻ മുതുക്കിൽ വെച്ചെടുത്തോളാം പുണ്ടച്ചിമനെ എന്ന് പറഞ്ഞിട്ട് ഇവന്റെ ചാറ്റിൽ അതൊക്കെ എഴുതി വിടുന്നേ. ഞാൻ നോക്കിയപ്പോ ഇവന്റെ ലൈവിൽ ഇവൻ മാത്രം ഒരു വാച്ചിങ്, ഞാൻ ചെന്നപ്പോ 2 വാച്ചിങ്. അപ്പൊ ഞങ്ങൾ 2 പേര്. ഞാൻ എന്നിട്ടുള്ള ഇവന്റെ പൊസിഷൻ എവിടെയാന്ന് നോക്കിയേട്ടോ. നോക്കിയിട്ട് ഞാൻ ഒരു ഗണ്ണും എടുത്ത് ചാടി എടുത്ത് ഞാൻ ഡ്രസ്സൊക്കെ ഊരിയിട്ട് നേരെ പോയിട്ട് ഇവൻ നോക്കിയപ്പോ ഗറാജിൽ വണ്ടി എടുത്തോണ്ടിരിക്കുവായിരുന്നു കേട്ടാ. ഇവൻ ചാറ്റിനോടൊക്കെ ഇങ്ങനെ പറയുവാ, ഞാൻ ഇന്ന് നിങ്ങളെ വേറൊരു വണ്ടി വെച്ച് ഡ്രിഫ്റ്റ് കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞ്. ഞാൻ നോക്കുമ്പോ ചാറ്റിൽ ഇവൻ മാത്രമേ ഉള്ളൂ, വേറെ ഇവനെ തള്ളക്കി വിളിക്കാൻ ഇവന് മാത്രമേ ഉള്ളൂ. ഇവൻ ആരോട് സംസാരിക്കുന്നത് എനിക്ക് ഒന്നും മനസ്സിലായി. ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഇവൻ ഇനി പ്രാന്ത് വല്ലുള്ള ചെറുക്കനാണോ, ഞാൻ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കട്ടാ. അപ്പൊ എന്നിട്ട് അവിടെ ചെന്നിട്ട് ഞാൻ എന്ത് ചെയ്തൊക്കെയപ്പോ ഈ മുതുക്ക് ഗറാജില്, മുതുക്കിലല്ല മറ്റേ എടാ നമ്മുടെ PDയുടെ അവിടെ ഒരു ഗറാജ് ഉണ്ടായിരുന്നല്ലോ പണ്ട്, ഇങ്ങനെ സ്ലൈഡിംഗ് ഡോർ ഉള്ള ഒരു ഗറാജ്. അതായത് അവിടെ ഇമ്പോണ്ട് ഒക്കെ ഉള്ളത് പണ്ടത്തെ ഇമ്പോണ്ട് ഒക്കെ ഉള്ള ഒരു ഗറാജില്, ആ ഗറാജിൽ ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. ഞാൻ മെറ്റടിച്ചിട്ട് ഞാൻ അവിടുന്ന് നേരെ പോയി കണ്ണാപ്പി അടിച്ചങ്ങ് കൊല്ലും. എന്നിട്ട് ഞാൻ കീരിയെ വിളിച്ചിട്ട് പറയും, നിന്റെ അടുത്ത് ആരാ കൊണച്ചത്, ഇവിടെ കിടപ്പുള്ളത്. അങ്ങനെ അന്നേരം കീരി നടന്നു വരുന്ന സമയത്ത് ആ ഡോർ ഇങ്ങനെ തുറന്നു വരും. ഡോർ തുറന്നു വരുന്ന അത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. നിങ്ങൾ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ പോയ വീഡിയോ കണ്ടു. 5 വർഷം മുമ്പ് ഒരു വീഡിയോ ഉണ്ട്. വിളിച്ചിട്ട് പറയും, എടാ നിന്റെ അടുത്ത് ഇങ്ങോട്ട് നിന്റെ അടുത്ത് മുട കാണിച്ചാൽ എന്ത് ചെയ്യാ, അവനെ തല്ലിക്കൊന്ന് വിട്ടിട്ടുണ്ടെന്ന്. എന്നിട്ട് ആ ഡോർ ഇങ്ങനെ തുറന്നു. എനിക്കിപ്പോഴും അതിന്റെ BGM ഓർമ്മയുണ്ട്. ആ സാധനത്തിലായിട്ടിരിക്കണ കൈസ്. ഞാൻ നോക്കട്ടെ ആ വീഡിയോ ഉണ്ടോ, നിങ്ങൾ അതൊക്കെ കാണണം. എന്റെ അമ്മോ, ഒരു സമയമായിരുന്നു അത്. മാസമായിരുന്നു മൊത്തം ചാറ്റുപോലെ കത്തിങ്ങനെ അടിച്ചിട്ടൊക്കെ പറയും. അല്ലടാ വേറൊരു കോമഡി എന്താ അറിയോ, നമ്മള് ഗ്യാങ് എല്ലാം തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കിന് കണ്ണാപ്പിക്ക് നമുക്ക് കുറച്ച് വ്യൂവർഷിപ്പ് വ്യൂവർഷിപ്പ് കൂടി വന്നപ്പോഴത്തേക്കിനുണ്ടല്ലോ, കണ്ണാപ്പിക്ക് നല്ല തള്ളക്കി വിളിയും തന്തക്കി വിളിയും ചെല്ലാൻ തുടങ്ങി കേട്ടോ ചാറ്റില്. കുറച്ച് കഴിഞ്ഞപ്പോ ഇവൻ നമ്മുടെ കൂട്ടത്തിലെ കുറച്ച് ആൾക്കാരായിട്ടൊക്കെ ഒട്ടി. പിന്നെ എന്റെ അടുത്തും വന്ന് ഒട്ടി. മറ്റേ ഇങ്ങനെയൊക്കെ ആയി. അല്ല അതിനൊക്കെ വലിയ കോമഡിയാ വേറെ കാര്യം പറഞ്ഞിട്ടാളിയാ. ഈ വീഡിയോക്കകത്ത് കണ്ണാപ്പി ഒന്ന് കമന്റ് ഇട്ടേക്കുന്നത് എന്താ അറിയോ, വൺ ഡേ അമ്മച്ചി, എന്തൊക്കെ തരം പയ്യന്മാര്. അത് കോംബോ ബുള്ളറ്റ് ആയിരുന്നു സത്യം പറഞ്ഞ. അങ്ങനെയാണ് അവൻ ഇത് അറിയാൻ തുടങ്ങി കണ്ണാപ്പിയുടെ ഇതൊക്കെ. അതെ ബുള്ളറ്റിന്റെ അടുത്താന്ന് തോന്നുന്നു ആദ്യം അവൻ അടുക്കുന്നല്ലേ. ആണ് ബുള്ളറ്റ് ലൈവ് ഇടുമ്പോ കണ്ണാപ്പിയായിട്ട് അങ്ങനെ കളിച്ച് അങ്ങനെ കണ്ണാപ്പി പിന്നെ മനസ്സിലായി. അങ്ങനെ കുറെ ആൾക്കാര് ബുള്ളറ്റിന്റെ അടുത്ത് കമ്പനി ഉള്ളതുകൊണ്ട് അങ്ങനെ നോക്കി പിന്നെ കണ്ണാപ്പിയുടെ ലൈവ് കാണാൻ തുടങ്ങി. എന്റെ ഓം ശരിയാ. കണ്ണാപ്പി ആദ്യം RP MRP വന്ന് മറ്റേ H2 എന്ന വണ്ടി അവന് കേരളത്തിലെ ഈച്ച് ആൻഡ് എവരി സെർവറിലും ബാനാണ്. അവൻ ലാസ്റ്റത്തെ സെർവർ ആയിരുന്നു അവന്റെ. നമ്മൾ SRന്റെ അടുത്തൊക്കെ വന്ന് സിറ്റുവേഷൻ ഉണ്ടാക്കി ചീത്ത വിളിച്ച് എന്തൊക്കെ ആയിട്ട് അവരെ പെർമനന്റ് ബാൻ അടിച്ചു വിടും കണ്ണാപ്പിനെ. അവനെ എല്ലായിടത്തും ആളിയായിരുന്നു അവൻ. ഈ സാധനം ലൈവ്
എനിക്കും കിട്ടിയത്. അത് ഇവിടെ ആരെങ്കിലും ഇതിടോ? ഇവിടെ ട്രോൾസിൽ ആരെങ്കിലും? ഞാൻ നിനക്ക് ഇത് ചെയ്ത് ഞാൻ ഡൗൺലോഡ് ചെയ്യട്ടെ. അല്ല എന്റെ ഉണ്ട് ഞാൻ ഇട്ടാ. ആ നീ ഇട്ടളിയാ. ഇതല്ലേ ആ ഇത് തന്നെ ഗൈസ് ഇത് കണ്ട പ്ലേ ഏട്ടാ. ഹലോ നിന്നെ ആരാ തല്ലിക്കൊന്നേ? ഗണ്ണപ്പി ഇന്നലെ നമ്മള് ഉടക്കാൻ വന്ന ശവ ഇവിടെ കിടപ്പുണ്ട്, വന്ന് കോരിട്ടോ. വേഗം ലൊക്കേഷൻ ലൊക്കേഷൻ. ഓക്കെ എടാ വാസനെ വിളിച്ചിട്ട് നിന്നെ ആരാ തല്ലാൻ നോക്കിയെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു കണ്ണാപ്പി അവന്റെ ബോഡി ഇവിടെ കിടപ്പുണ്ട്, വന്ന് കോരിക്കൊണ്ട് പോകുന്നു. ഇപ്പൊ ലൊക്കേഷൻ അയക്കണം എന്തോ. തുറന്നല്ലോ. അന്നേ നമ്മുടെ ഓറയ്ക്ക് കുറവൊന്നുമില്ല. ഇത് നീ ഞാൻ അടിച്ചത്. ഇത് എന്റെ ഇതൊക്കെ സെൽഫല്ല അളിയാ. അളിയാ ഇതിനകത്ത് സിനിമാറ്റിക്സ് ഉണ്ടെന്നൊന്നും അറിയത്തില്ല. നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാവോ? ഒരു വീഡിയോ ആരോ കേറിയിട്ട് മൗസ് അനക്കാതെ വെച്ചിട്ട് നടന്നിട്ട് അത് സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ട് മേളിലും താഴെ ക്രോപ്പ് ചെയ്യും. ഇന്ന് ഈ കണ്ണാപ്പി ടിവിയെ കണ്ണാപ്പിയായി. ഏതാ റേഞ്ച് വില്ലനായി ടിവിയുടെ സിറ്റുവേഷനിൽ കേറി. കമന്റ് ഒക്കെ നോക്കിയാ താഴോട്ട് രോമാഞ്ചം. താഴോട്ട് കമന്റ് നോക്ക്. അത് കണ്ണാപ്പിയെ തള്ളക്കി ഈ ആർപി റിംഗ് ടൂൺ എങ്ങനെ കിട്ടും? അന്നത്തെ എഡിറ്റിംഗ് മാച്ച് ഒക്കെ ഉണ്ടാ പൊളി എഡിറ്റിംഗ്. അന്ന് വീഡിയോ ചെയ്യുന്ന ഒരു പയ്യൻ ഉണ്ടായിരുന്നല്ലോ അന്ന് റൂഡിയൊക്കെ അല്ലേ? റൂഡിയൊക്കെ അയ്യോ റൂഡിയൊക്കെ എടാ റൂഡിയൊക്കെയാണ് സുനിമോനേക്കാളും മുമ്പേ വന്ന് എഡിറ്റർ എന്ന് പറയണത്. എന്താ MRP കിങ് വാസോണ്ട ഉയർ. അയ്യോ എത്ര വീക്ക്? കണ്ണാപ്പി 267 വീക്ക്. ബ്രോ സ്ട്രീം ഇടുമെന്ന് പറഞ്ഞു, പക്ഷെ ഡെയിലി ഇടുമെന്ന് പറയണ്ട. ലൈവ് എന്താ മനുഷ്യനെ കൊതിപ്പിച്ച് കടന്ന ഇത് ഇത് എന്റെ കുണം ഇപ്പോഴും ഒരു മാറ്റം ഇല്ലാത്ത സ്വഭാവം അതാണ് ഇപ്പോഴും. 267 വീക്ക്. എന്തൊക്കെയാണല്ലേ. എന്താടാ എന്ത് വേറെന്തോ കണ്ട് சொல்லு. പണ്ടത്തെ ചിരിച്ചത് വായിലൊരുണ്ട. അതാണ് എന്റെ മൈക്ക്. അതാ എന്റെ മൈക്ക് അളിയാ. എന്റെ ഇപ്പോഴും ഉണ്ടാ ഹെഡ്സെറ്റ് ഹൈപ്പർ-എക്സ്. പണ്ടത്തെ പട്ടാളത്തിൽ നിന്നൊക്കെ വന്ന് റിട്ടയർ ആയ മാമാരൊക്കെ തൊപ്പി കെട്ടിട്ട് ഡയലോഗ് പറയും. സൗണ്ട് വെച്ചാണ് ഇതെന്തൊരു കണ്ടത്? എന്തിനാണത്? ഇത് മറ്റേ പണ്ടത്തെ ചളികളൊക്കെയാണ്. അടിയന്തരം കഴിഞ്ഞ് ഞാൻ തരാൻ പോണ്ടേ മിണ്ടാതിരി വണ്ടിക്കകത്ത്. അതൊക്കെ എന്ത് ഫ്ലോ ആയിരുന്നു അറിയോളൂ അന്ന്. ആർപിക്ക് എന്ത് ഫ്ലോ ആയിരുന്നു അറിയോ? ഒന്ന് പറയാതിരിക്കാൻ വയ്യ. ബാക്ക് ടു ബാക്ക് ഇങ്ങനെ വരുമായിരുന്നു അത് ഇങ്ങനെ. എനിക്ക് അറിഞ്ഞോ എന്റെ അമ്മോ അതൊക്കെ ടൈമായിരുന്നു അതൊക്കെ. ഞാൻ ഉണ്ട് ആളിയാ. അതൊക്കെ ഒരു കാലം.
എനിക്ക് അതൊക്കെ അല്ല വാച്ച് ബന്ധം ബിൽഡിങ്ങിന്റെ മണ്ടയിൽ നിനക്ക് ഓർമ്മയുണ്ടോ അത് വിട്ടാരെ അളിയാ മറ്റേ നീ താഴെ നമ്മളെ മറ്റേ ആദ്യത്തെ ബൂട്ട് ക്യാമ്പില്ലേ നീ താഴെ പോയിട്ട് വരുമ്പോ ഞാൻ മറ്റേ നിന്റെ വാൾപേപ്പർ മോണിറ്ററിൽ വാൾപേപ്പർ ഉണ്ടല്ലോ മറ്റേ പൊട്ടിയിരിക്കുന്ന വാൾപേപ്പർ അതിട്ടിട്ട് നീ താഴ്ന്ന് മേളിൽ കയറി വരുമ്പോ അത് ഇറക്കും. അയ്യോ എന്റെ ജീവിതം പോയി, എന്റെ മോണിറ്റർ പോയി. ഓർമ്മ കേട്ടോ നിനക്ക്? എന്റെ അളിയ അതൊക്കെ ഒരു കാലം, അതൊക്കെ ഒരു മയില് എന്ത് പെട്ടെന്നല്ല സമയം പോയ മയില്. ആ നിങ്ങളുടെ ക്യാമ് ഇപ്പോഴും അങ്ങനെയാണ്. ആ ശരി, അത് വിട്ടേക്കാം. ആ ശരിയാ, നിന്റെ ബേസ് ക്യാമ്പ് ഇപ്പോഴും അങ്ങനെ തന്നെ കേട്ടോ, ഒരു മാറ്റമില്ല. അയ്യോ അയ്യോ സാഹേജാണ് ഇപ്പൊ ആർബിയിൽ മെയിൻ. സത്യം ഞാൻ ഉച്ചയ്ക്ക് ഉറക്കണിക്കുമ്പോ തുടങ്ങും, ഒരുത്ത ഇടും, അടുത്തവൻ വരുമ്പോ അവൻ മാറ്റും, അവനും എടുക്കും, അവൻ പോയിട്ട് ഇവനും എടുക്കും. സ്നൈപ്പും സാവേജും ഒരു ദിവസം അവന്മാരോടെ ആർപ്പിയാണ് മറ്റേ അവന്മാരോട് നിൽക്കാൻ പറ്റുള്ളൂ. അവനൊക്കെ മറ്റേ ജെൻസി വാക്കുകളൊക്കെയാണ് പറയുന്നത്, എന്തൊക്കെയാണെന്ന് എനിക്കല്ലോ അറിയത്തില്ല. എടാ ഞാൻ വേറെ മലയാളിയാ, ഇപ്പൊ ലേറ്റ് നൈറ്റ് ടിവിയിൽ ഏറ്റവും കൂടുതൽ ആർപി ചെയ്യണത് സാവേജ് സ്നൈപ്പ്. അവന്മാര് രാവിലെ തുടങ്ങും. അതാ ഞാൻ പറഞ്ഞത്. പക്ഷെ നീ അവന്മാരുടെ കൂടെ പോയി ചെയ്തു നോക്ക്. ആ ആർപി ഫ്ലോ ഒക്കെ സെറ്റ് ആക്കണമെങ്കിൽ അത് അവന്മാരുടെ കൂടെ പോയി സംസാരിച്ചാൽ മതി. അവന്മാരുടെ കൂടെ അവന്മാര് സംസാരിക്കുന്ന പോലെ ഒന്നും എനിക്ക് മലയാളം വരത്തില്ല, അവന്മാര് പറയുന്ന പോലെ. ഇപ്പൊ 1 മില്യൺ മാറ്റി 2 മില്യൺ ആക്കിയല്ലേ? ഗോക്കു ലൈവ് വരത്തില്ല, ഇപ്പൊ 2 മില്യൺ ആയിരുന്നു. ഇത്ര നാള് 1 മില്യൺ ആയിരുന്നു. ബോബ് വന്നിട്ടുണ്ട്. ബോബ് ഇപ്പൊ പാർട്ടിയൊക്കെ തുടങ്ങി വീട്ടിലാക്കിയിട്ടുണ്ട്. എടാ അങ്ങനല്ല, കണ്ണാപ്പിയുണ്ട്, ശരിയാ. ഞാൻ പറയണ അങ്ങനെ പറയണതല്ലടാ. ഏറ്റവും ഈ സമയത്തൊക്കെ ഇരുന്ന് ആർപി ചെയ്യുന്നത് അവനാണ്. കണ്ണാപ്പി കുറച്ചുകൂടെ നേരത്തെ നിർത്തി പോവല്ലോ. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല, ഈ ഒരു സമയത്ത് പോലും ആക്റ്റീവായിട്ട് മറ്റേ ഈ ഒരു സമയത്തൊക്കെ നിൽക്കുന്നത് അവന്മാരാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, മനസ്സിലായോ? അല്ലാതെ ഇന്ന ആള് കൊള്ളാം ഇന്ന ആള് കൊള്ളത്തില്ലെന്നല്ല. ടിവിയിലെ എല്ലാവരും കിടിലോ, അതിൽ ഒരു ഇതും ഇല്ല, മനസ്സിലായോ? എല്ലാവരും അടിപൊളിയാ. അടിപൊളി ആയതുകൊണ്ടാണ് അവർ ടിവിയിൽ നിൽക്കുന്നത്, മനസ്സിലായോ? ദ ബെസ്റ്റ് ഓഫ് ദ ബെസ്റ്റ് ആയതുകൊണ്ടാണ് അവർ ടിവിയിൽ നിൽക്കുന്നത്. എനിക്ക് എല്ലാവരും ആ കോൺഫിഡൻസ് ഉണ്ട്, PvP യിലാണെങ്കിലും RP യിലാണെങ്കിലും. ബട്ട് സ്റ്റിൽ ഞാൻ പറയുകയാണെങ്കിൽ ഈ സമയത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇപ്പോഴത്തെ എല്ലാ പിള്ളേരും എല്ലാരും സിങ്ക് ഉണ്ട് നല്ല. അതെ അതെ, വേറെ കാര്യം നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞേ, നിന്റെ അടുത്ത് പണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ, ഗൺ പവർ നോക്കി എടുക്കലോ, അവരെ സ്വഭാവം കൂടെ നോക്കണോന്ന്. കേൾക്കാണ്ടിരുന്നപ്പോഴാണ് പണി മൊത്തം തരം കിട്ടിയത്. ഇപ്പൊ നീ അത് നോക്കിയെടുക്കുന്നത് കൊണ്ട് എല്ലാം കറക്റ്റിന് എല്ലാരും നല്ലവണ്ണം ഉണ്ട്, എല്ലാ പിള്ളേരും. അത് സത്യം. നീലൊക്കെ ഇപ്പൊ വെടി മാത്രല്ല, നീലൊക്കെ എല്ലാരും സംസാരിച്ചു തുടങ്ങി. നീലൊക്കെ സംസാരം ഇല്ലാതെ അവന്റെ നീലിന്റെ ഇപ്പോഴത്തെ ഞാൻ ഒരു പ്രശ്നം പറഞ്ഞു തന്നാ, ഞാനിപ്പോ അവന്റെ ഇനി മാറ്റമുള്ളതെന്ന് പറഞ്ഞാൽ അവൻ കുറച്ചും കൂടി ഓഫ്ലൈനിൽ നമ്മുടെ അടുത്തൊന്നും ഇന്ററാക്റ്റീവ് ആയി തുടങ്ങിയിട്ടില്ല ഇതുവരെ, മനസ്സിലായോ? അതുകൂടി ഇനി അവന്റെ സൈഡിൽ നിന്ന് വരാനുള്ള ഒരു കാര്യമാണ്. ഓഫ്ലൈനിൽ ഞങ്ങളുമായിട്ടൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് സിങ്ക് ആയി വന്നിട്ടില്ല നീൽ ഇതുവരെ. അതിന് വേറൊരു കാരണം കൂടെ ഉണ്ട് ഗൈസ്. ഈ പറയണത് പോലെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഈ കളിയാക്കാൻ പറയണാണെങ്കിലും ഈ T47 അങ്ങനെ കുറെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതായത് മറ്റേ വേറെ ഡിസ്കോഡ് സെർവറിൽ ജോയിൻ ചെയ്യാൻ പാടില്ല, RP കളിക്കുന്നതല്ലാതെ വേറെ ആൾക്കാരായിട്ട് കമ്പനി പാടില്ല, വേറെ ഇതാക്കാൻ പാടില്ല, അങ്ങനത്തെ കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു. അവരെന്ന് പറഞ്ഞാൽ അവിടെ ഈ പറയണ പർട്ടിക്കുലർ കുറച്ച് ആൾക്കാരുമായിട്ട് മാത്രം സംസാരിച്ച് ഇതാക്കണം എന്നുള്ളൊരു രീതിയിൽ അവന്മാരെ ഇത്ര നാൾ ഇതാക്കിക്കൊണ്ട് വന്നത്. അതിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇതൊക്കെ അവനിങ്ങനെ ഈ അപ്പാർട്ട് ഫ്രം T47 അല്ലാതെ ബാക്കി വെളിയിലുള്ള കുറച്ച് ആൾക്കാരായിട്ടൊക്കെ അവൻ സിങ്കായി വരുന്നതേ ഉള്ളൂ. ഞാൻ PDRP ചെയ്യുന്നുണ്ട് ബ്രോ, PDRP ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്യാൻ പോവാ. ഞാൻ നാളെ ഞാൻ ഭരചന്ദ്ര സാറിന്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും നമ്മുടെ സിറ്റിയിൽ PDRP ചെയ്യും. ഇടയ്ക്കൊക്കെ കയറി കളിക്കാന്നുള്ള ഒരു രീതിയിൽ ഇരിക്കുകയാണ്. PvP ഭയങ്കര കുറവാണ് അവിടെ, അതുകൊണ്ട് RP ആവലെ കളിക്കാം. ഞാൻ അങ്ങനെ വലിയ കൺസൈൻമെന്റിനും ഇതിനൊന്നും വലുതായിട്ട് പോകണില്ല. പക്ഷെ നമുക്ക് ഇത് നോക്കാം.
നമ്മൾ രണ്ടുപേരും എല്ലാരും ഇരിക്കുന്നല്ല, ആരും മിണ്ടാത്തത്. ഇവരൊക്കെ ഉറങ്ങി, കള്ളന്മാര്. അതൊന്നും അറിയില്ല, ഞാൻ ഇവിടെ ഉണ്ട്. ആരോ ഉറങ്ങിയിട്ടില്ല. എടാ നീ ടയർഡായെങ്കിൽ നിർത്തിക്കോടാ രായ. ആ. 10, 11, 10 മണിക്കൂറായി. Yes. Thank you so much, guys. ഗൈസ് എന്നാ അവൻ പോയി കിടന്ന് ഉറങ്ങട്ടെ. ഞാൻ സംസാരിച്ചു, നമ്മളിപ്പോ ഉറങ്ങി എണ്ണീറ്റ് വന്നോണ്ട് എനിക്കതല്ലോ അവ അണഞ്ഞിരിക്കുക. ചേട്ടാ ഇപ്പൊ എങ്ങനെയുണ്ട് ഹെൽത്ത്? ഓക്കെ കുഴപ്പമില്ലടാ, നോക്കിയിട്ട് വരുന്നത്. ഞാൻ ഈ ട്രിപ്പിന്റെ പവറിലൊക്കെ ഇരിക്കുക. അത് കഴിയുമ്പോ ഉറങ്ങാൻ പറ്റിയാ മതിയായിരുന്നു. കുറച്ചേരം സൗണ്ട് കാണത്തില്ല, കുറച്ച് ഇതിന്റെ കഴിയുമ്പോ. health പിന്നെ അയ്യോ, സത്യം. പാടാവില്ല കേട്ടാ. പ്രശ്നമില്ല. First ഓടാ 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 ഓടാ. Yes. അപ്പൊ എല്ലാരും ഗൈസ് ഗുഡ് നൈറ്റ്. ഞാൻ എല്ലാവർക്കും നാളെ Night ലൈവ് guys. പറ്റുമെങ്കിൽ വരാൻ. ഞാൻ എന്തായാലും നാളെ അല്ല മറ്റന്നാൾ തൊട്ട് എന്തായാലും ഞാൻ റീസ്റ്റാർട്ട് ചെയ്യും. ഉച്ചയ്ക്ക് വരികടാ. നമുക്ക് ആ ലൂപ്പിൽ നിന്ന് രക്ഷപ്പെടണം. നമ്മൾ ലക്ഷദ്വീപില് മലയാളമാണോ സംസാരിക്കണം? അവിടെ എന്ത് ലാംഗ്വേജ് സംസാരിക്കണം? അല്ല, മലയാളം ഉണ്ടോ? വേറൊരു ഇതൂടെ ഉണ്ട് മിക്സ്. മലയാളം സംസാരിക്കും അവര്. മലയാളം അവർക്ക് മലയാളം അറിയാം. ആ തമിഴല്ല, എന്തോ വേറെ എന്തോ ഒരു ഇതുണ്ട്. കൊങ്കണി, അതോടെ കൊങ്കണി, മിക്സ് കൊങ്കണി, ആയിട്ടുള്ള രീതിയിലാ. കൊങ്കണിയാണ്. പക്ഷെ അവർക്ക് മലയാളം മനസ്സിലാവും നല്ലതുപോലെ. അത് മനസ്സിലാവും. ഉച്ചയ്ക്ക് വരിക. ഇല്ല കോച്ച്, നാളെ എനിക്ക് ദൃശ്യം കാണാൻ പോണം കോച്ച്. ഞാനും പോണം. ഓക്കെ, ഓക്കെ. ticket ഉണ്ടെങ്കിൽ പറയാം. ടിക്കറ്റ് ഉണ്ടോ നാളെ? നീ എത്ര മണിക്ക് ഇതാവും? ഞാൻ വിളിക്കാം. എപ്പോഴായാലും മതി, എപ്പോഴായാലും മതി. നമുക്ക് നോക്കാം. ഇപ്പൊ നാളെ ഉച്ചയ്ക്ക് വരിക. ലൈവ് കഴിഞ്ഞിട്ട് നോക്കാം. വിളിച്ചാ മതി, വരാം. രാത്രി പോണം. നാളെ ഉണ്ടോ സിറ്റുവേഷൻ? എന്തോ ഇല്ലല്ലോ, സിറ്റുവേഷൻ വേണ്ട. അത് രാത്രി പോരായിരുന്നു. ചില ദ്വീപ്സിൽ മലയാളമാണ്. വേറൊരു കാര്യമുണ്ട്. ഈ ലക്ഷദ്വീപിൽ പോകണമെങ്കിൽ നമ്മളെ അവിടെ ഉള്ള ആരോ സ്പോൺസർ എന്തോ ചെയ്യണ്ടേ, എന്നല്ല പോകാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ടോ? അങ്ങനെ കൊണ്ടോ? അങ്ങനെ ഉണ്ടോ. അതായത് എന്ന് വെച്ചാ അങ്ങനെ സ്പോൺസർ എന്ന് പറഞ്ഞാ അവിടുത്തെ ഒരു ലോക്കൽ എയ്ഡിന്റെ എന്തോ ഒരു സാധനം വേണം. എന്നാല് അതാണ് നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പൊ ഉണ്ടോന്ന് അറിഞ്ഞൂടാ. അങ്ങനെ ഉണ്ടായിരുന്നു. ഒരു ലോക്കൽ ഗാർഡിയൻ ആരെങ്കിലും വേണം. ഉണ്ടോ? അതാ ഞാൻ പറഞ്ഞേ. ഇൻവിറ്റേഷൻ വേണം. അതെ. ഇപ്പൊ അത് ഉണ്ടോന്ന് അറിയത്തില്ല. നേരത്തെ ഉണ്ടായിരുന്നു, അതെനിക്ക് ഉറപ്പാ. ഇപ്പൊ വേണ്ടാന്ന് പറയുന്നുണ്ട് കുറച്ചു പേര്. റൂള് ചേഞ്ച് ആണല്ലേ. ലക്ഷദ്വീപ് പോണോ അളിയാ? എനിക്ക് ഷിപ്പിലും ബോട്ടിലും ഒക്കെ പോകാൻ പേടിയാ. ഫ്ലൈറ്റ് ഉണ്ടോ ലക്ഷദ്വീപിലോട്ട്? പിന്നെ ഹെലികോപ്റ്റർ ആണെന്ന് തോന്നുന്നു, ഫ്ലൈറ്റ് ഇല്ലെന്ന് തോന്നുന്നു. ഫ്ലൈറ്റ് ഉണ്ടോ? ഞാൻ എവിടെ കണ്ടു? ബാലന്റെ സ്ലോട്ട് അപ്ഡേറ്റ് എന്നൊക്കെ ചോദിക്കുന്നുണ്ടോ? ഇല്ല, ശനിയാഴ്ച അല്ലേ? ശനിയാഴ്ച. ഇന്നിപ്പോ തേഴ്സ്ഡേ അല്ലേ ആയുള്ളൂ. ഫ്ലൈറ്റ് ഉണ്ടല്ലേ? ഫ്ലൈറ്റ് ഉണ്ട്. ലക്ഷദ്വീപിൽ ചെറിയ ഫ്ലൈറ്റ്. കൊച്ചിന്ന് സീ പ്ലെയിൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ആണല്ലേ? കടലിൽ കൂടെ പോയില്ലേ? എന്നാ പിന്നെ ബോട്ട് ഷിപ്പിൽ തന്നെ നോക്കൂടെ? അത് കടലിൽ കൂടെ അല്ലടാ പോണത്. അത് കടലിൽ നിന്ന് ടേക്ക് ഓഫ് ആയിട്ട് അതിന്റെ മണ്ടയ്ക്ക് കൂടെ പറഞ്ഞ് ഇറങ്ങുന്നത് കടൽ. അവിടെ സ്പേസ് കുറവായുണ്ട്. എയർ ഇന്ത്യയുടെ പ്ലെയിനൊക്കെ വെള്ളത്തിൽ കൂടെ നീന്തിക്കൊണ്ട് പോകുന്നു. ഗോകുവിന്റെ സ്ലോട്ട് ഗോകുവിന്റെ സ്ലോട്ട് എല്ലാം കൂടെ ഒരുമിച്ച് ഇടാൻ പറ്റുന്ന ഒരവസ്ഥയല്ല. അത് അവനെ അറിയാം. ഞാൻ അവൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഞാനാണെങ്കിൽ RP രീതിയിലാണ് അങ്ങനെ പറയണത്. നമുക്കത് ഇപ്പൊ പെട്ടെന്ന് അങ്ങനെ മാറ്റാനും പറ്റില്ലല്ലോ. അതാണ് പ്രശ്നം. ആരെ മാറ്റിയാലും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വിഷമമാണ്. നമ്മൾ അതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ നമ്മളിതുപോലെ പറഞ്ഞിട്ടുണ്ട് അവരുടെ അടുത്ത്. ഈ സ്ലോട്ട് ഇൻക്രീസ് ചെയ്യുന്ന കാര്യം നടക്കും എന്നുള്ള കാര്യം. അത് എല്ലാ ഗ്യാങ്സിനോടത്തൂടെ പെർമിഷൻ ഒക്കെ ചോദിച്ചതിന് ശേഷമേ നടക്കത്തുള്ളൂ അതൊക്കെ. മനസ്സിലായോ? അതാണ് പ്രശ്നം. അല്ലെങ്കിൽ വീക്ക്ലി ആക്ടിവിറ്റി അനുസരിച്ച് നമ്മൾ മാറ്റിയിടേണ്ടി വരും. ബോബ് തിരിച്ചു വന്നു. അതേപോലെ എല്ലാരും വന്നു. എന്തായാലും നോക്കാം. അപ്പൊ എല്ലാരും പോയി കിടന്ന് ഉറങ്ങും. പോ എല്ലാം വിട്ടോ. എളുപ്പിന് 5 മണിയായി. എല്ലാരും വിട്ടോ. അപ്പൊ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. എടാ ഞാൻ ഇറങ്ങണം. എല്ലാവർക്കും ഓക്കെടാ.